ഉഗായി പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് സംസ്ഥാനത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? താപ്തി നദി, ഗുജറാത്ത്. ഗുജറാത്തിലെ താപ്തി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഉഗായി അണക്കെട്ട് താപ്തി നദിയിലെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നാണ്. ജലസേചനം, വൈദ്യുതി ഉത്പാദനം, വെള്ളപ്പൊക്ക നിയന്ത്രണം എന്നിവയാണ് ഈ ബഹുമുഖ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. മാൽപ്രഭ പ്രോജക്റ്റ് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മാൽപ്രഭ നദി, കർണാടക. മാൽപ്രഭ പ്രോജക്റ്റ് കർണാടകയിലെ ബാഗൽകോട്ട് ജില്ലയിൽ മാൽപ്രഭ നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രധാന ജലസേചന പദ്ധതിയാണ്. ഈ അണക്കെട്ട് 1972-ൽ പൂർത്തിയാക്കുകയും ഈ മേഖലയിലെ കൃഷിക്കും കുടിവെള്ളത്തിനും വലിയ സഹായം നൽകുകയും ചെയ്യുന്നു. പോച്ചമ്പാട് ശ്രീറാം സാഗർ പ്രോജക്റ്റ് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗോദാവരി നദി, തെലങ്കാന. തെലങ്കാനയിലെ ഗോദാവരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീറാം സാഗർ പ്രോജക്റ്റ്, പഴയ പേര് പോച്ചമ്പാട് പ്രോജക്റ്റ്, സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലസേചന പദ്ധതികളിൽ ഒന്നാണ്. വടക്കൻ തെലങ്കാനയിലെ കർഷകർക്ക് ഈ പദ്ധതി ജലസേചനത്തിനും കുടിവെള്ളത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും സഹായകമാണ്. ബഗ്ലിഹാർ പ്രോജക്റ്റ് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഏത് സംസ്ഥാനത്ത്, കേന്ദ്രഭരണ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? ചിനാബ് നദി, ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലെ ചിനാബ് നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജലവൈദ്യുത പദ്ധതിയാണ് ബഗ്ലിഹാർ പ്രോജക്റ്റ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. സർദാർ സരോവർ പ്രോജക്റ്റ് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഇതിൽ നിന്ന് പ്രയോജനം നേടുന്നത്? നർമ്മദ നദി, ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ ആൻഡ് മഹാരാഷ്ട്ര. നർമ്മദ നദിക്ക് കുറുകെയുള്ള സർദാർ സരോവർ പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന, ജലവൈദ്യുത പദ്ധതികളിൽ ഒന്നാണ്. ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ 4 സംസ്ഥാനങ്ങൾക്ക് ഈ പദ്ധതി ജലം, വൈദ്യുതി, കുടിവെള്ളം എന്നിവ നൽകുന്നു. ബറേലി ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? രാംഗംഗ നദി. ഉത്തർപ്രദേശിലെ ഒരു പ്രധാന നഗരമായ ബറേലി, ഗംഗാനദിയുടെ പോഷകനദിയായ രാംഗംഗ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ നദി ഈ പ്രദേശത്തെ കൃഷിക്ക് വെള്ളം നൽകുകയും പരിസ്ഥിതിക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. മധുര ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? യമുന നദി. മധുര ഉത്തർപ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട നഗരമാണ്. ഇത് യമുന നദിയുടെ കിഴക്കൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദു പുരാണങ്ങളിലും ചരിത്രത്തിലും ഈ നഗരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാൺപൂർ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗംഗാ നദി. ഉത്തർപ്രദേശിലെ ഒരു പ്രധാന വ്യാവസായിക നഗരമാണ് കാൺപൂർ. ഇത് ഗംഗാ നദിയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഈ നഗരം അതിന്റെ തുകൽ വ്യവസായത്തിന് പേരുകേട്ടതാണ്. പ്രയാഗ്രാജിൽ സംഗമിക്കുന്ന പ്രധാന നദികൾ ഏവയാണ്? ഗംഗയും യമുനയും, ഒപ്പം ഐതിഹാസികമായ സരസ്വതിയും. പ്രയാഗ്രാജ്, മുമ്പ് അലഹബാദ്, ഉത്തർപ്രദേശിലെ ഒരു പുണ്യനഗരമാണ്. ഇവിടെ ഗംഗ, യമുന എന്നീ നദികൾ സംഗമിക്കുന്നു. ഐതിഹാസികമായ സരസ്വതി നദിയും ഇവിടെ സംഗമിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് ത്രിവേണി സംഗമം എന്നറിയപ്പെടുന്നു. വാരണാസി ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗംഗാ നദി. ലോകത്തിലെ ഏറ്റവും പുരാതനമായ നഗരങ്ങളിലൊന്നാണ് വാരണാസി. ഇത് ഗംഗാ നദിയുടെ പടിഞ്ഞാറൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഏറ്റവും പവിത്രമായ സ്ഥലങ്ങളിൽ ഒന്നാണിത്. കനൌജ് ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗംഗാ നദി. ഉത്തർപ്രദേശിലെ ഒരു ചരിത്രപരമായ നഗരമാണ് കനൌജ്. ഇത് ഗംഗാ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പുരാതന കാലത്ത് വിവിധ സാമ്രാജ്യങ്ങളുടെ തലസ്ഥാനമായിരുന്ന ഈ നഗരം സുഗന്ധദ്രവ്യങ്ങൾക്ക് പ്രശസ്തമാണ്. ലക്നൌ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗോമതി നദി. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമാണ് ലക്നൌ. ഇത് ഗോമതി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നവാബുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇത് അതിന്റെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തിനും പാചകരീതിക്കും പ്രശസ്തമാണ്. പ്രതിശീർഷ വരുമാനം എങ്ങനെയാണ് കണക്കാക്കുന്നത്? ദേശീയ വരുമാനം ജനസംഖ്യ കൊണ്ട് ഹരിക്കുന്നത്. പ്രതിശീർഷ വരുമാനം ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന്റെ ഒരു പ്രധാന സൂചകമാണ്.
മൊത്തം ദേശീയ വരുമാനത്തെ രാജ്യത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാണ് ഇത് കണക്കാക്കുന്നത്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിനും ജീവിത നിലവാരത്തിനും ഏറ്റവും മികച്ച സാമ്പത്തിക സൂചകമായി കണക്കാക്കുന്നത് ഏതാണ്? പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ്. പ്രതിശീർഷ വരുമാനത്തിലെ വർധനവ് ഒരു രാജ്യത്തെ ജനങ്ങളുടെ ശരാശരി ജീവിത നിലവാരം മെച്ചപ്പെടുന്നതിനെയും സാമ്പത്തിക വികസനത്തെയും സൂചിപ്പിക്കുന്നു. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെയും ക്ഷേമത്തിന്റെയും പ്രധാന മാനദണ്ഡമായി കണക്കാക്കപ്പെടുന്നു. GDP കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട് CSO പ്രഖ്യാപിച്ച മാറ്റം എന്താണ്? GDP കണക്കാക്കുന്നതിന് മൊത്തം മൂല്യവർദ്ധനവ് കണക്കാക്കുന്നതിന് ഘടകച്ചെലവിനു ഫാക്ടർ കോസ്റ്റ് പകരം അടിസ്ഥാന വിലകൾ ബേസിക് പ്രൈസസ് ഇപ്പോൾ ഉപയോഗിക്കുന്നു. കേന്ദ്ര സ്ഥിതിവിവരക്കണക്ക് ഓഫീസ് CSO GDP കണക്കാക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഘടകച്ചെലവ് എന്നതിനു പകരം അടിസ്ഥാന വിലകൾ ഉപയോഗിച്ച് മൊത്തം മൂല്യവർദ്ധനവ് കണക്കാക്കുന്നത് ഉൽപ്പാദനത്തിന്റെ യഥാർത്ഥ മൂല്യം കൂടുതൽ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നു. ഇത് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടാൻ സഹായിക്കുന്നു. വിദേശത്തുനിന്നുള്ള അറ്റവരുമാനത്തിന്റെ കണക്കുകൾ തയ്യാറാക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന സ്ഥാപനം ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ആണ് വിദേശത്തുനിന്നുള്ള അറ്റവരുമാനത്തിന്റെ കണക്കുകൾ നെറ്റ് ഇൻകം ഫ്രം അബ്രോഡ് തയ്യാറാക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നത്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ആരോഗ്യം വിലയിരുത്തുന്നതിനുള്ള ഒരു പ്രധാന സൂചകമാണ്. ദേശീയ വരുമാന കണക്കുകൾ നിർണ്ണയിക്കുന്നതിൽ ഇതിന് നിർണായക പങ്കുണ്ട്. മൊത്തം പ്രാഥമിക കമ്മി എങ്ങനെയാണ് കണക്കാക്കുന്നത്? മൊത്തം ധനക്കമ്മിയും പലിശ അടവുകളും തമ്മിലുള്ള വ്യത്യാസമാണിത്. മൊത്തം ധനക്കമ്മിയും ഗ്രോസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് പലിശ അടവുകളും ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് തമ്മിലുള്ള വ്യത്യാസമാണ് മൊത്തം പ്രാഥമിക കമ്മി ഗ്രോസ് പ്രൈമറി ഡെഫിസിറ്റ്. ഒരു സർക്കാരിന്റെ നിലവിലെ സാമ്പത്തിക നയങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന കടബാധ്യത എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. പലിശ അടവുകളൊഴികെയുള്ള ധനസ്ഥിതിയുടെ ഒരു വ്യക്തമായ ചിത്രം ഇത് നൽകുന്നു. ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾക്ക് പ്രചോദനമായ ആസൂത്രണരീതി ഏത് രാജ്യത്തിന്റേതായിരുന്നു? മുൻ സോവിയറ്റ് യൂണിയൻ. ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾക്ക് 5-year പ്ലാൻസ് പ്രചോദനമായത് മുൻ സോവിയറ്റ് യൂണിയന്റെ USSR കേന്ദ്രീകൃത ആസൂത്രണ രീതിയായിരുന്നു. സാമ്പത്തിക വളർച്ചയും വികസനവും ലക്ഷ്യമിട്ട് സർക്കാർ നേരിട്ട് ഇടപെടുന്ന ഈ മാതൃക ഇന്ത്യയുടെ ആദ്യകാല സാമ്പത്തിക നയങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി. 1951 മുതൽ ഇന്ത്യ എത്ര പഞ്ചവത്സര പദ്ധതികളും വാർഷിക പദ്ധതികളും പൂർത്തിയാക്കിയിട്ടുണ്ട്? ഇന്ത്യ 12 പഞ്ചവത്സര പദ്ധതികളും 6 വാർഷിക പദ്ധതികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. 1951 ആരംഭിച്ചതുമുതൽ ഇന്ത്യ മൊത്തം 12 പഞ്ചവത്സര പദ്ധതികളും 5-year പ്ലാൻസ് 6 വാർഷിക പദ്ധതികളും ആനുവൽ പ്ലാൻസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓരോ പദ്ധതിയും രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക വികസനത്തിന്റെ വിവിധ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തവയായിരുന്നു. 2017 നീതി ആയോഗ് നിലവിൽ വന്നതോടെ പഞ്ചവത്സര പദ്ധതികൾക്ക് പകരം ദീർഘകാല കാഴ്ചപ്പാടുള്ള നയങ്ങൾക്ക് പ്രാധാന്യം നൽകിത്തുടങ്ങി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ഇന്ത്യയുടെ ആസൂത്രണ ലക്ഷ്യങ്ങളെയും ഉദ്ദേശ്യങ്ങളെയും നയിക്കുന്നത്? കൂടാതെ ആസൂത്രണം ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? രാഷ്ട്രണ നിർദ്ദേശക തത്വങ്ങൾ ഭാഗം 4 ആസൂത്രണ ലക്ഷ്യങ്ങളെ നയിക്കുന്നു. ആസൂത്രണം 7ാം പട്ടികയിലെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 4ാം ഭാഗത്തിലെ രാഷ്ട്രണ നിർദ്ദേശക തത്വങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി DPSP ഇന്ത്യയുടെ ആസൂത്രണ ലക്ഷ്യങ്ങളെയും സാമൂഹിക സാമ്പത്തിക ഉദ്ദേശ്യങ്ങളെയും നയിക്കുന്നു. ആസൂത്രണം പ്ലാനിംഗ് ഭരണഘടനയുടെ 7ാം പട്ടികയിലെ കൺകറന്റ് ലിസ്റ്റിൽ കൺകറന്റ് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഇത് സംബന്ധിച്ച് നിയമനിർമ്മാണം നടത്താൻ അധികാരമുണ്ട്. പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിക്കുകയും ഇന്ത്യയിലെ ആധുനിക ആസൂത്രണത്തിന്റെ വഴികാട്ടി എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നത് ആരാണ്? M. വിശ്വേശ്വരയ്യ. പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ 1934 എന്ന പ്രശസ്തമായ പുസ്തകം രചിച്ചത് സർ M. വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യയിൽ ആധുനിക ആസൂത്രണത്തിന്റെ പിതാവായി പയനിയർ ഓഫ് മോഡേൺ പ്ലാനിംഗ് ഇൻ ഇന്ത്യ അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനം സെപ്റ്റംബർ 15 ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നു. 1938 ദേശീയ ആസൂത്രണ സമിതി നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി സ്ഥാപിച്ചത് ആരാണ്? അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു?
സുഭാഷ് ചന്ദ്രബോസ് ഇത് സ്ഥാപിച്ചു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. 1938-ൽ ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ അന്നത്തെ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ദേശീയ ആസൂത്രണ സമിതി നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത്. ഇതിന്റെ ആദ്യ അധ്യക്ഷനായി നിയമിതനായത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് ഇത് ഒരു അടിത്തറ പാകി. 1944-ൽ ഗാന്ധിയൻ പ്ലാൻ തയ്യാറാക്കിയത് ആരാണ്? ശ്രീമൻ നാരായൺ അഗർവാൾ. ഗാന്ധിയൻ തത്വങ്ങളെ അടിസ്ഥാനമാക്കി 1944-ൽ ശ്രീമൻ നാരായൺ അഗർവാളാണ് ഗാന്ധിയൻ പ്ലാൻ തയ്യാറാക്കിയത്. വികേന്ദ്രീകൃതമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയ്ക്കും ഗ്രാമീണ വികസനത്തിനും സ്വയം പര്യാപ്തതയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഇത്. വലിയ വ്യവസായങ്ങളെക്കാൾ ഗ്രാമീണ വ്യവസായങ്ങൾക്കും കുടിൽ വ്യവസായങ്ങൾക്കും ഇത് പ്രാധാന്യം നൽകി. 1944 മുതൽ 45 വരെ കാലഘട്ടത്തിൽ മുംബൈയിലെ 8 വ്യവസായികൾ ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിനായി അവതരിപ്പിച്ച 15 വർഷത്തെ പദ്ധതി ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ബോംബെ പ്ലാൻ അല്ലെങ്കിൽ ടാറ്റ ബിർള സ്കീം. 1944 മുതൽ 45 വരെ കാലഘട്ടത്തിൽ മുംബൈയിലെ പ്രമുഖരായ 8 വ്യവസായികൾ ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിനായി ഒരു 15 വർഷത്തെ പദ്ധതി അവതരിപ്പിച്ചു. ഇത് ബോംബെ പ്ലാൻ അഥവാ ടാറ്റ ബിർള സ്കീം എന്നറിയപ്പെട്ടു. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ആദ്യകാല സ്വകാര്യ സംരംഭങ്ങളിൽ ഒന്നായിരുന്നു ഇത്. 1944-ൽ ബ്രിട്ടീഷ് സർക്കാർ സ്ഥാപിച്ച ആസൂത്രണ വികസന വകുപ്പിന്റെ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് തലവൻ ആരായിരുന്നു? സർ അർദേശിർ ദലാൽ. 1944-ൽ ബ്രിട്ടീഷ് സർക്കാർ രൂപീകരിച്ച ആസൂത്രണ വികസന വകുപ്പിന്റെ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് തലവൻ സർ അർദേശിർ ദലാൽ ആയിരുന്നു. യുദ്ധാനന്തര ഇന്ത്യയുടെ സാമ്പത്തിക പുനർനിർമ്മാണത്തിനും വികസനത്തിനുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നതായിരുന്നു ഈ വകുപ്പിന്റെ പ്രധാന ചുമതല. ഇന്ത്യൻ ആസൂത്രണ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു ഇത്. ജനങ്ങളുടെ പദ്ധതി ദ പീപ്പിൾ എസ് പ്ലാൻ അവതരിപ്പിച്ചത് ആരാണ്? അതിന് പ്രചോദനമായതെന്ത്? എം.എൻ. റോയി കൂടാതെ ഭാരതീയ ശ്രമിക് സംഘവും ആണ് ഇത് അവതരിപ്പിച്ചത്. റഷ്യൻ പദ്ധതിയിൽ നിന്നാണ് ഇതിന് പ്രചോദനം ലഭിച്ചത്. ജനങ്ങളുടെ പദ്ധതി 1944-ൽ എം.എൻ. റോയി അവതരിപ്പിച്ച ഒരു സാമ്പത്തിക വികസന പദ്ധതിയാണ്. വ്യാവസായിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി ഇന്ത്യയുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു സോഷ്യലിസ്റ്റ് പരിഹാരം എന്ന നിലയിൽ റഷ്യൻ മാതൃകയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. 1950-ൽ സർവോദയ യോജന തയ്യാറാക്കിയത് ആരാണ്? ജയപ്രകാശ് നാരായൺ. 1950-ൽ ജയപ്രകാശ് നാരായൺ ഗാന്ധിയൻ തത്വങ്ങളെ അടിസ്ഥാനമാക്കി രൂപം നൽകിയ ഒരു വികസന പദ്ധതിയാണ് സർവോദയ യോജന. കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും പ്രാധാന്യം നൽകി വികേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെ ഗ്രാമീണ വികസനം ലക്ഷ്യമിട്ടാണ് ഇത് അവതരിപ്പിച്ചത്. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് എപ്പോഴാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് എപ്പോൾ? ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15-ന് രൂപീകരിച്ചു. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 ഏപ്രിൽ 1-ന് ആരംഭിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ട് 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്. ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 ഏപ്രിൽ 1-ന് ആരംഭിച്ചു. ഇത് പ്രധാനമായും കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി. ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് സാമ്പത്തിക മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു? ഹരോഡ് ഡോമർ മാതൃക. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 1956 വരെ ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞരായ റോയ് ഹരോഡും എഫ്.സി. ഡോമാറും വികസിപ്പിച്ച ഹരോഡ് ഡോമർ മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ഈ മാതൃക പ്രധാനമായും സാമ്പത്തിക വളർച്ച, നിക്ഷേപം, മൂലധന ഉൽപ്പാദനക്ഷമത എന്നിവയ്ക്ക് ഊന്നൽ നൽകി. ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് ഏത് പ്രധാനപ്പെട്ട നയത്തിനാണ് മുൻഗണന നൽകിയിരുന്നത്? സാമൂഹിക വികസന നയം, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പോളിസി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ 1951 മുതൽ 1956 വരെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് കാർഷിക മേഖലയുടെയും ഗ്രാമീണ ജനതയുടെയും സമഗ്ര വികസനമായിരുന്നു.
ഇതിന്റെ ഭാഗമായി ഗ്രാമീണ മേഖലയുടെ ഉന്നമനത്തിനായി 1952 സാമൂഹിക വികസന നയം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചു. ഇന്ത്യയുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഏത് സാമ്പത്തിക മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു? അതിന്റെ പ്രധാന വ്യാവസായിക നേട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു? പി.സി. മഹലനോബിസിന്റെ 4 പ്രാദേശിക മാതൃകകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. റൂർക്കേല, ഭിലായ്, ദുർഗാപൂർ എന്നിവിടങ്ങളിൽ സ്റ്റീൽ പ്ലാന്റുകൾ സ്ഥാപിച്ചത് പ്രധാന നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956 മുതൽ 1961 വരെ പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് വികസിപ്പിച്ച മാതൃകയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ഇത് വ്യവസായവൽക്കരണത്തിന്, പ്രത്യേകിച്ച് ഹെവി വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകി. റൂർക്കേല ജർമ്മൻ സഹായം, ഭിലായ് സോവിയറ്റ് യൂണിയൻ സഹായം, ദുർഗാപൂർ ബ്രിട്ടീഷ് സഹായം എന്നിവിടങ്ങളിൽ സ്റ്റീൽ പ്ലാന്റുകൾ സ്ഥാപിച്ചത് ഈ പദ്ധതിയുടെ പ്രധാന നേട്ടങ്ങളാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പരാജയത്തിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? അതിനെ തുടർന്ന് ഏത് കാലഘട്ടമാണ് വന്നത്? 1965 മുതൽ 66 വരെയിലെ വരൾച്ച, ഇന്തോ ചൈന യുദ്ധം 1962, ഇന്തോ പാക് യുദ്ധം 1965 എന്നിവ കാരണം പദ്ധതി പരാജയപ്പെട്ടു. ഇതിനെ തുടർന്ന് 3 വാർഷിക പദ്ധതികൾ ഉൾപ്പെടുന്ന പ്ലാൻ ഹോളിഡേ 1966 മുതൽ 1969 വരെ കാലഘട്ടം വന്നു. മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 1966 വരെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ സാരമായി ബാധിച്ച ചില നിർഭാഗ്യകരമായ സംഭവങ്ങൾ കാരണം പരാജയപ്പെട്ടു. 1962 ചൈന ഇന്ത്യ യുദ്ധവും 1965 ഇന്ത്യ പാക് യുദ്ധവും 1965 മുതൽ 66 വരെ കഠിനമായ വരൾച്ചയും പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ഇത് ഒരു പ്ലാൻ ഹോളിഡേക്ക് 1966 മുതൽ 1969 വരെ വഴിതെളിയിച്ചു. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് എന്തെല്ലാം പ്രധാന സാമ്പത്തിക പരിഷ്കാരങ്ങളും നയങ്ങളുമാണ് കൊണ്ടുവന്നത്? 14 ബാങ്കുകളുടെ ദേശസാൽക്കരണം, MRETP നിയമം 1969 നടപ്പിലാക്കിയത്, ബഫർ സ്റ്റോക്ക് എന്ന ആശയം അവതരിപ്പിച്ചത് എന്നിവ പ്രധാന പരിഷ്കാരങ്ങളിൽ ഉൾപ്പെടുന്നു. നാലാം പഞ്ചവത്സര പദ്ധതി 1969 മുതൽ 1974 വരെ സ്ഥിരതയോടുകൂടിയ വളർച്ചയും സ്വയംപര്യാപ്തതയും എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കിയത്. ഈ കാലഘട്ടത്തിൽ 14 പ്രധാന ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. കുത്തക പ്രവണതകളെ തടയാൻ മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് MRTP നിയമം 1969 കൊണ്ടുവന്നു. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ബഫർ സ്റ്റോക്ക് ആശയം അവതരിപ്പിച്ചു. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? അതിന്റെ കാലത്ത് ആരംഭിച്ച പ്രധാനപ്പെട്ട പരിപാടികൾ ഏതൊക്കെയാണ്? ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നതായിരുന്നു പ്രധാന മുദ്രാവാക്യം. മിനിമം നീഡ്സ് പ്രോഗ്രാമും ഫുഡ് ഫോർ വർക്ക് പരിപാടിയും 1977 ആരംഭിച്ചു. അഞ്ചാം പഞ്ചവത്സര പദ്ധതി 1974 മുതൽ 1979 വരെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്വയംപര്യാപ്തതയ്ക്കും ഊന്നൽ നൽകി. ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യത്തെ പ്രതിഫലിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള മിനിമം നീഡ്സ് പ്രോഗ്രാമും 1974 ഗ്രാമീണ തൊഴിൽ ഉറപ്പാക്കുന്നതിനുള്ള ഫുഡ് ഫോർ വർക്ക് പരിപാടിയും 1977 ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചു. 1978 മുതൽ 80 വരെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ റോളിംഗ് പ്ലാൻ എന്ന ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ആരാണ്? ഗുണ്ണാർ മിർദാൽ. ജനതാ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 1978 അഞ്ചാം പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിച്ച് റോളിംഗ് പ്ലാൻ എന്ന പുതിയൊരു ആസൂത്രണ രീതി നടപ്പിലാക്കി. ഈ ആശയത്തിന്റെ പിന്നിൽ സ്വീഡിഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഗുണ്ണാർ മിർദാൽ ആയിരുന്നു. ഇത് ഓരോ വർഷവും ലക്ഷ്യങ്ങൾ പുനരവലോകനം ചെയ്യാനും ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ വരുത്താനും സഹായിക്കുന്ന ഒരു വഴക്കമുള്ള പദ്ധതിയായിരുന്നു. സമ്പദ്വ്യവസ്ഥയുടെ ആധുനികവൽക്കരണം എന്ന ലക്ഷ്യം ആദ്യമായി ഉൾപ്പെടുത്തിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ആറാം പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 85 വരെ. ആറാം പഞ്ചവത്സര പദ്ധതി 1980 മുതൽ 85 വരെ പ്രധാനമായും ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഗരീബി ഹഠാവോ, സാമ്പത്തിക വളർച്ച, സാങ്കേതികവിദ്യ നവീകരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകി. ഈ പദ്ധതിയിലാണ് സമ്പദ്വ്യവസ്ഥയുടെ ആധുനികവൽക്കരണം ഒരു പ്രധാന ലക്ഷ്യമായി ആദ്യമായി ഉൾപ്പെടുത്തിയത്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഒരു പുതിയ ദിശാബോധം നൽകി.
ഗിസ പിരമിഡ് സമുച്ചയത്തിലെ 3 പിരമിഡുകളിൽ ഏറ്റവും പഴക്കമുള്ളതും വലുതുമായത് ഏതാണ്? ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ. ഈജിപ്തിലെ ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ് ഫറവോൻ കുഫുവിന്റെ ശവകുടീരമായി BC 2560–2560 കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. ഇത് ഗിസയിലെ 3 പിരമിഡുകളിൽ ഏറ്റവും വലുതും പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായി നിലനിൽക്കുന്നതുമാണ്. പുരാതനകാലത്തെ ഏത് അത്ഭുതമാണ് നെബുക്കദ്നസർ രണ്ടാമൻ രാജാവിന്റേതാണെന്ന് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നത്? ഇത് ബാബിലോണിൽ സ്ഥിതി ചെയ്തിരുന്നു. ബാബിലോണിലെ തൂങ്ങിക്കിടക്കുന്ന പൂന്തോട്ടങ്ങൾ, ഹാംഗിങ് ഗാർഡൻസ് ഓഫ് ബാബിലോൺ. പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ബാബിലോണിലെ തൂങ്ങിക്കിടക്കുന്ന പൂന്തോട്ടങ്ങൾ ഇറാഖിലെ ഹില്ലായിക്ക് സമീപം സ്ഥിതി ചെയ്തിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. നെബുക്കദ്നസർ രണ്ടാമൻ തന്റെ ഭാര്യ അമിതിസിനായി നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു. ഇതിന്റെ യഥാർത്ഥ അസ്തിത്വത്തെക്കുറിച്ച് ചരിത്രപരമായ സംശയങ്ങൾ നിലവിലുണ്ട്. ഗ്രീക്ക് ശില്പി ഫിഡിയസ് നിർമ്മിച്ച ഭീമാകാരമായിരിക്കുന്ന പ്രതിമ ഏത് പുരാതന അത്ഭുതമായിരുന്നു? ഒളിമ്പിയയിലെ സിയൂസ് പ്രതിമ, സ്റ്റാച്യു ഓഫ് സിയൂസ് അറ്റ് ഒളിമ്പിയ. പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ഒളിമ്പിയയിലെ സിയൂസ് പ്രതിമ. BC 435-ൽ പ്രശസ്ത ഗ്രീക്ക് ശില്പി ഫിഡിയസ് നിർമ്മിച്ച ഈ പ്രതിമ സിയൂസ് ദേവന്റെ 13 മീറ്റർ 43 അടി ഉയരമുള്ള ആനക്കൊമ്പും സ്വർണവും കൊണ്ടുള്ള ശില്പമായിരുന്നു. ഇത് ഒളിമ്പിക് ഗെയിംസിന്റെ വേദിയിൽ സ്ഥിതി ചെയ്തിരുന്നു. പുരാതന ഗ്രീക്ക് ആർടെമിസ് ക്ഷേത്രം ഏത് ദേവിക്കാണ് സമർപ്പിച്ചിരുന്നത്? ആർടെമിസ് ദേവിക്ക്. എഫെസസിലെ ആർടെമിസ് ക്ഷേത്രം പുരാതന ലോകത്തിലെ സപ്താത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. വേട്ടയാടൽ, വന്യത, വന്യമൃഗങ്ങൾ, ചന്ദ്രൻ, പ്രസവം എന്നിവയുടെ ഗ്രീക്ക് ദേവിയായ ആർടെമിസിനാണ് ഇത് സമർപ്പിക്കപ്പെട്ടത്. തുർക്കിയിലെ ഹാലിക്കാർനാസസിൽ നിർമ്മിച്ച ഒരു സ്മാരക ശവകുടീരമായിരുന്ന പുരാതന മഹാത്ഭുതം ഏതാണ്? ഹാലിക്കാർനാസസിലെ മസോലിയം. പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഒരു സത്രാപ്പായിരുന്ന മസോലസിനും അദ്ദേഹത്തിന്റെ ഭാര്യ കാരിയയിലെ ആർടെമിഷിയ രണ്ടാമനും വേണ്ടി നിർമ്മിച്ച പുരാതന ശവകുടീരമായിരുന്നു ഹാലിക്കാർനാസസിലെ മസോലിയം. അതിന്റെ വലിയ വലിപ്പവും പ്രൗഢിയും വലിയ ശവകുടീരങ്ങളെ സൂചിപ്പിക്കാൻ മാസോലിയം എന്ന പദം ഉപയോഗിക്കാൻ കാരണമായി. റോഡ്സിൽ സ്ഥിതി ചെയ്തിരുന്ന ഗ്രീക്ക് സൂര്യദേവനായ ഹീലിയോസിന്റെ ഭീമാകാരമായ പ്രതിമയായ പുരാതന മഹാത്ഭുതം ഏതാണ്? റോഡ്സിലെ കൊലോസസ്. റോഡ്സിലെ കൊലോസസ് തുറമുഖ കവാടത്തിനു മുകളിൽ സ്ഥാപിച്ചിരുന്ന സൂര്യദേവൻ ഹീലിയോസിന്റെ ഭീമാകാരമായ വെങ്കല പ്രതിമയായിരുന്നു. BC 304-ൽ ഡെമെട്രിയസ് പോളിയോർസെറ്റസിനെതിരെയുള്ള റോഡ്സിന്റെ വിജയത്തെ അനുസ്മരിക്കാനാണ് ഇത് നിർമ്മിച്ചത്. ഇത് പുരാതന ലോകത്തിലെ സപ്താത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. ഫറോസ് എന്നും അറിയപ്പെട്ടിരുന്ന ഈജിപ്തിലെ ടോളമിക് രാജ്യത്താൽ നിർമ്മിക്കപ്പെട്ട പുരാതന മഹാത്ഭുതം ഏതാണ്? അലക്സാണ്ട്രിയയിലെ വിളക്കുമാടം. അലക്സാണ്ട്രിയയിലെ വിളക്കുമാടം ഫറോസ് ഓഫ് അലക്സാണ്ട്രിയ എന്നും അറിയപ്പെടുന്നു. BC 280-നും 247-നും ഇടയിൽ ടോളമിക് രാജ്യമാണ് ഇത് നിർമ്മിച്ചത്. അക്കാലത്തെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത കെട്ടിടങ്ങളിൽ ഒന്നായിരുന്ന ഇത് തുടർന്നുള്ള എല്ലാ വിളക്കുമാടങ്ങൾക്കും ഒരു മാതൃകയായി വർത്തിച്ചു. ഒരു കമ്പ്യൂട്ടറിന്റെ പ്രധാന 4 യൂണിറ്റുകൾ ഏതൊക്കെയാണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, CPU, മെമ്മറി യൂണിറ്റ്, ഇൻപുട്ട് ഉപകരണം, ഔട്ട്പുട്ട് ഉപകരണം. ഒരു കമ്പ്യൂട്ടർ അടിസ്ഥാനപരമായി 4 പ്രധാന ഭാഗങ്ങൾ ചേർന്നതാണ്. CPU കമ്പ്യൂട്ടറിന്റെ തലച്ചോറാണ്. മെമ്മറി ഡാറ്റയും നിർദ്ദേശങ്ങളും സംഭരിക്കുന്നു. ഇൻപുട്ട് ഉപകരണങ്ങൾ ഡാറ്റ നൽകാൻ സഹായിക്കുമ്പോൾ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ പ്രോസസ്സ് ചെയ്ത വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നു. CPUയുടെ പൂർണ്ണരൂപം എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. കമ്പ്യൂട്ടറിന്റെ പ്രധാന ഭാഗങ്ങളിലൊന്നാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, CPU. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനും ഡാറ്റ കൈകാര്യം ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. എല്ലാ കമ്പ്യൂട്ടറുകളിലും ഈ യൂണിറ്റ് നിർണായക പങ്ക് വഹിക്കുന്നു. കമ്പ്യൂട്ടറിന്റെ മസ്തിഷ്കം എന്നറിയപ്പെടുന്ന ഘടകം ഏതാണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, CPU. കമ്പ്യൂട്ടറിന്റെ മസ്തിഷ്കമായി കണക്കാക്കപ്പെടുന്ന CPU എല്ലാ ഡാറ്റ പ്രോസസ്സിംഗ് പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുകയും നിർവഹിക്കുകയും ചെയ്യുന്നു. ഇത് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന പ്രധാന ഘടകമാണ്. CPUയുടെ പ്രധാന 2 ഭാഗങ്ങൾ ഏതെല്ലാം? കൺട്രോൾ യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, ALU, അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്.
സിപിയുയുടെ രണ്ട് പ്രധാന ഭാഗങ്ങളാണ് കൺട്രോൾ യൂണിറ്റും അരിത്മെറ്റിക് ലോജിക് യൂണിറ്റും. ആലു കൺട്രോൾ യൂണിറ്റ് കമ്പ്യൂട്ടറിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുമ്പോൾ ആലു ഗണിതശാസ്ത്രപരവും യുക്തിപരവുമായ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഒരു സിപിയുയിലെ കൺട്രോൾ യൂണിറ്റിന്റെ പ്രധാന ധർമ്മം എന്താണ്? കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക. കൂടാതെ ആലുയും മെമ്മറിയും തമ്മിലുള്ള ഡാറ്റ കൈമാറ്റം നിർദ്ദേശിക്കുക. കൺട്രോൾ യൂണിറ്റ് കമ്പ്യൂട്ടറിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുകയും നിർദ്ദേശങ്ങൾ ശരിയായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഇത് ആലു, മെമ്മറി എന്നിവയ്ക്കിടയിൽ ഡാറ്റയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു. ആലു എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്. ആലു എന്നത് സിപിയുയുടെ ഒരു ഭാഗമാണ്. ഇത് കമ്പ്യൂട്ടറിലെ എല്ലാ ഗണിതശാസ്ത്രപരമായ കൂട്ടൽ, കുറയ്ക്കൽ മുതലായവ പ്രവർത്തനങ്ങളും യുക്തിപരമായ താരതമ്യം ചെയ്യൽ മുതലായവ പ്രവർത്തനങ്ങളും നിർവഹിക്കുന്നു. ആലു ചെയ്യുന്ന പ്രധാന ജോലികൾ എന്തൊക്കെയാണ്? എല്ലാ യുക്തിപരവും ഗണിതശാസ്ത്രപരവുമായ ജോലികൾ. അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്. ആലു കമ്പ്യൂട്ടറിൽ നടക്കുന്ന എല്ലാ ഗണിതശാസ്ത്രപരമായ കണക്കുകൂട്ടലുകളും സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം, യുക്തിപരമായ താരതമ്യങ്ങളും തുല്യമാണോ, വലുതാണോ, ചെറുതാണോ നിർവഹിക്കുന്നു. ഡാറ്റ പ്രോസസ്സിംഗിന് ഇത് അത്യാവശ്യമാണ്. ഒരു കമ്പ്യൂട്ടറിലെ മെമ്മറി യൂണിറ്റിന്റെ പ്രാഥമിക ധർമ്മം എന്താണ്? ഡാറ്റയും നിർദ്ദേശങ്ങളും സംഭരിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുക. കമ്പ്യൂട്ടറിലെ മെമ്മറി യൂണിറ്റ് വിവരങ്ങൾ താൽക്കാലികമായോ സ്ഥിരമായോ സംഭരിക്കുന്നതിനുള്ള പ്രധാന ഘടകമാണ്. പ്രോസസ്സിംഗിനായി ആവശ്യമായ ഡാറ്റയും നിർദ്ദേശങ്ങളും സൂക്ഷിക്കുകയും ആവശ്യം വരുമ്പോൾ അവ ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ധർമ്മം. കമ്പ്യൂട്ടർ മെമ്മറി എത്ര തരത്തിലുണ്ട്? അവ ഏതെല്ലാം? ഇന്റേണൽ മെമ്മറി, പ്രൈമറി, എക്സ്റ്റേണൽ മെമ്മറി, സെക്കൻഡറി. കമ്പ്യൂട്ടർ മെമ്മറിയെ പ്രധാനമായും ഇന്റേണൽ, പ്രൈമറി മെമ്മറി, എക്സ്റ്റേണൽ, സെക്കൻഡറി മെമ്മറി എന്നിങ്ങനെ രണ്ടായി തിരിക്കുന്നു. പ്രൈമറി മെമ്മറി ഡാറ്റ താൽക്കാലികമായി സൂക്ഷിക്കുമ്പോൾ സെക്കൻഡറി മെമ്മറി ഡാറ്റ സ്ഥിരമായി സംഭരിക്കുന്നു. മെമ്മറി ശേഷി ഏത് യൂണിറ്റുകളിലാണ് അളക്കുന്നത്? ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ് അല്ലെങ്കിൽ ടെറാബൈറ്റ്. കമ്പ്യൂട്ടർ മെമ്മറിയുടെ ശേഷി അളക്കാൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന യൂണിറ്റാണ് ബൈറ്റ്. ഉയർന്ന ശേഷിയുള്ള മെമ്മറികൾ കിലോബൈറ്റ്, കെബി, മെഗാബൈറ്റ്, എംബി, ജിഗാബൈറ്റ്, ജിബി, ടെറാബൈറ്റ്, ടിബി എന്നീ യൂണിറ്റുകളിൽ രേഖപ്പെടുത്തുന്നു. ഓരോ യൂണിറ്റും മുമ്പത്തേതിനേക്കാൾ 1024 മടങ്ങ് വലുതാണ്, പ്രധാനമായും 2 പവറുകളിൽ. പ്രാഥമിക അല്ലെങ്കിൽ ഇന്റേണൽ മെമ്മറിയുടെ രണ്ട് പ്രധാന തരങ്ങൾ ഏതെല്ലാം? റാം, റാൻഡം ആക്സസ് മെമ്മറി, റോം, റീഡ് ഓൺലി മെമ്മറി. പ്രൈമറി മെമ്മറിയുടെ പ്രധാനപ്പെട്ട രണ്ട് തരങ്ങളാണ് റാം, റോം. റാം താൽക്കാലികമായി ഡാറ്റ സൂക്ഷിക്കുകയും അതിവേഗം വിവരങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുമ്പോൾ റോം കമ്പ്യൂട്ടർ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതിനാവശ്യമായ സ്ഥിരമായ നിർദ്ദേശങ്ങൾ സൂക്ഷിക്കുന്നു. റാം ഒരു വോളറ്റൈൽ മെമ്മറിയാണ്, അതായത് കറന്റ് ഇല്ലാതാകുമ്പോൾ ഡാറ്റ നഷ്ടപ്പെടും. എന്നാൽ റോം നോൺ വോളറ്റൈൽ ആണ്. കമ്പ്യൂട്ടറിന്റെ പ്രധാന മെമ്മറിയും ഒരു അസ്ഥിര മെമ്മറിയുമായത് ഏതാണ്? റാൻഡം ആക്സസ് മെമ്മറി. റാം എന്നത് കമ്പ്യൂട്ടറിലെ താൽക്കാലിക ഡാറ്റ സംഭരണിക്കാണ്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ പ്രോസസ്സർ ഉപയോഗിക്കുന്ന വിവരങ്ങളും പ്രോഗ്രാമുകളും റാമിലാണ് സൂക്ഷിക്കുന്നത്. വൈദ്യുതി വിച്ഛേദിക്കപ്പെടുമ്പോൾ റാമിലെ വിവരങ്ങൾ നഷ്ടപ്പെടുന്നു. അതിനാൽ ഇത് ഒരു അസ്ഥിര, വോളറ്റൈൽ മെമ്മറി എന്നറിയപ്പെടുന്നു. വായിക്കാൻ മാത്രം കഴിയുന്നതും സ്ഥിരമായ നോൺ വോളറ്റൈൽ മെമ്മറി ഏതാണ്? റോം, റീഡ് ഓൺലി മെമ്മറി. റോം എന്നത് കമ്പ്യൂട്ടറിന്റെ പ്രധാന ബൂട്ട് അപ്പ് നിർദ്ദേശങ്ങൾ പോലുള്ള സ്ഥിരമായ ഡാറ്റ സംഭരിക്കുന്ന മെമ്മറിയാണ്. ഇതിലെ വിവരങ്ങൾ സാധാരണയായി മാറ്റിയെഴുതാൻ കഴിയില്ല. വൈദ്യുതി ലഭ്യമല്ലാതായാലും റോമിലെ ഡാറ്റ നഷ്ടപ്പെടാറില്ല. അതിനാൽ ഇത് ഒരു സ്ഥിര, നോൺ വോളറ്റൈൽ മെമ്മറി എന്നറിയപ്പെടുന്നു. ഒരു മദർബോർഡ് എന്നാൽ എന്താണ്? സിപിയു, റാം തുടങ്ങിയ എല്ലാ കമ്പ്യൂട്ടർ ഘടകങ്ങളും ഘടിപ്പിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുന്ന പ്രധാന പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്, പിസിബി. കമ്പ്യൂട്ടറിന്റെ എല്ലാ പ്രധാന ഘടകങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കേന്ദ്രീകൃത സർക്യൂട്ട് ബോർഡാണ് മദർബോർഡ്. സിപിയു, റാം, സ്റ്റോറേജ് ഡിവൈസുകൾ, ഗ്രാഫിക്സ് കാർഡുകൾ എന്നിവയെല്ലാം മദർബോർഡിലാണ് ഘടിപ്പിക്കുന്നത്. ഇത് കമ്പ്യൂട്ടറിലെ ആശയവിനിമയത്തിനും ഡാറ്റ കൈമാറ്റത്തിനും ഒരു പ്രധാന പ്ലാറ്റ്ഫോം നൽകുന്നു.
ദ്വിതീയ മെമ്മറിയുടെ ചില ഉദാഹരണങ്ങൾ ഏതെല്ലാം? ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക്, സിഡി റോം, ഡിവിഡി, പെൻ ഡ്രൈവ്, ബ്ലൂറേ ഡിസ്ക്. കമ്പ്യൂട്ടറിൽ ഡാറ്റയും പ്രോഗ്രാമുകളും സ്ഥിരമായി സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന മെമ്മറിയാണ് ദ്വിതീയ മെമ്മറി. ഇതിൽ സൂക്ഷിക്കുന്ന വിവരങ്ങൾ കമ്പ്യൂട്ടർ ഓഫാക്കിയാലും നഷ്ടപ്പെടില്ല. ഹാർഡ് ഡിസ്കുകൾ, പെൻ ഡ്രൈവുകൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കുന്ന ദ്വിതീയ മെമ്മറി ഉപകരണങ്ങളാണ്. കമ്പ്യൂട്ടറുകളുടെ ഒന്നാം തലമുറയിൽ 1940 മുതൽ 1956 വരെ ഉപയോഗിച്ചിരുന്ന പ്രധാന ഇലക്ട്രോണിക് ഉപകരണം എന്തായിരുന്നു? വാക്വം ട്യൂബുകളും മാഗ്നറ്റിക് ഡ്രം മെമ്മറിയും. കമ്പ്യൂട്ടറുകളുടെ ഒന്നാം തലമുറയിൽ വാക്വം ട്യൂബുകൾ പ്രധാന ഇലക്ട്രോണിക് ഘടകമായി ഉപയോഗിച്ചിരുന്നു. ഇത് വലിയതും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നതും വേഗത്തിൽ ചൂടാകുന്നതുമായിരുന്നു. മാഗ്നറ്റിക് ഡ്രം മെമ്മറിയാണ് ഡാറ്റാ സംഭരണത്തിനായി എക്കാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളിൽ പ്രധാനമായും ഉപയോഗിച്ചിരുന്ന പ്രോഗ്രാമിംഗ് ഭാഷ ഏതാണ്? മെഷീൻ ഭാഷ. ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിപ്പിച്ചിരുന്നത് നേരിട്ടുള്ള മെഷീൻ ഭാഷ ഉപയോഗിച്ചാണ്. ഇത് പൂജ്യങ്ങളും ഒന്നുകളും ബൈനറി കോഡുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ലോ ലെവൽ ഭാഷയായിരുന്നു. ഈ ഭാഷയിൽ പ്രോഗ്രാം ചെയ്യുന്നത് വളരെ സങ്കീർണവും സമയമെടുക്കുന്നതുമായിരുന്നു. ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകൾക്ക് 2 ഉദാഹരണങ്ങൾ നൽകുക. ENIAC ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ, UNIVAC യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ENIAC, UNIVAC എന്നിവ ഒന്നാം തലമുറ കമ്പ്യൂട്ടറുകളുടെ പ്രധാന ഉദാഹരണങ്ങളാണ്. ഈ കമ്പ്യൂട്ടറുകൾ വളരെ വലുതും ആയിരക്കണക്കിന് വാക്വം ട്യൂബുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതുമായിരുന്നു. സൈനിക ആവശ്യങ്ങൾക്കും വലിയ തോതിലുള്ള കണക്കുകൂട്ടലുകൾക്കുമാണ് ഇവ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. കമ്പ്യൂട്ടറുകളുടെ രണ്ടാം തലമുറയെ 1956 മുതൽ 1963 വരെ സവിശേഷമാക്കിയ പ്രധാന ഹാർഡ്വെയർ ഘടകം എന്തായിരുന്നു? ട്രാൻസിസ്റ്ററുകൾ, മെമ്മറിക്കായി മാഗ്നറ്റിക് കോർ, മാഗ്നറ്റിക് ടേപ്പുകളുടെയും ഡിസ്കുകളുടെയും ഉപയോഗം. രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകളിൽ വാക്വം ട്യൂബുകൾക്ക് പകരം ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് കമ്പ്യൂട്ടറുകളുടെ വലുപ്പം കുറയ്ക്കാനും വേഗത വർദ്ധിപ്പിക്കാനും വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനും സഹായിച്ചു. മാഗ്നറ്റിക് കോർ മെമ്മറിയും മാഗ്നറ്റിക് ടേപ്പുകളും ഡിസ്കുകളും ഡാറ്റ സംഭരണത്തിനായി ഉപയോഗിച്ചു. കമ്പ്യൂട്ടറുകളുടെ രണ്ടാം തലമുറയിൽ പ്രമുഖമായ പ്രോഗ്രാമിംഗ് ഭാഷകൾ ഏതെല്ലാം? ഫോർട്രാൻ, ഫോർട്രാൻ, കോബോൾ, കോബോൾ. രണ്ടാം തലമുറ കമ്പ്യൂട്ടറുകളിൽ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ഭാഷകളായ ഫോർട്രാൻ, ഫോർമുല ട്രാൻസ്ലേഷൻ, കോബോൾ, കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് എന്നിവയ്ക്ക് പ്രാധാന്യം ലഭിച്ചു. ഈ ഭാഷകൾ പ്രോഗ്രാം ചെയ്യുന്നത് എളുപ്പമാക്കുകയും കമ്പ്യൂട്ടറുകൾ കൂടുതൽ ഉപയോക്തൃ സൗഹൃദമാക്കുകയും ചെയ്തു. കമ്പ്യൂട്ടറുകളുടെ മൂന്നാം തലമുറയെ 1964 മുതൽ 1975 വരെ നിർവചിച്ച പ്രധാന ഹാർഡ്വെയർ കണ്ടുപിടുത്തം എന്തായിരുന്നു? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകളുടെ ICS ഉപയോഗം. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകളുടെ ICകൾ കണ്ടുപിടുത്തമാണ് മൂന്നാം തലമുറ കമ്പ്യൂട്ടറുകളുടെ പ്രധാന സവിശേഷത. ആയിരക്കണക്കിന് ട്രാൻസിസ്റ്ററുകൾ ഒരു ചെറിയ സിലിക്കൺ ചിപ്പിൽ ഉൾക്കൊള്ളിക്കാൻ ഇത് സഹായിച്ചു. ICകളുടെ ഉപയോഗം കമ്പ്യൂട്ടറുകൾ കൂടുതൽ ചെറുതും വേഗതയേറിയതും കാര്യക്ഷമവുമാക്കി. കമ്പ്യൂട്ടറുകളുടെ മൂന്നാം തലമുറയിൽ പ്രചാരത്തിലായ സോഫ്റ്റ്വെയർ ഏതു തരമായിരുന്നു? ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും OS ബേസിക് പോലുള്ള ഉന്നത തല പ്രോഗ്രാമിംഗ് ഭാഷകളും. കമ്പ്യൂട്ടറുകളുടെ മൂന്നാം തലമുറയിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ IC ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്കും OS ബേസിക് പോലുള്ള ഉന്നത തല പ്രോഗ്രാമിംഗ് ഭാഷകൾക്കും പ്രചാരം ലഭിച്ചു. ഇത് കമ്പ്യൂട്ടറുകൾ കൂടുതൽ കാര്യക്ഷമവും ഉപയോക്തൃ സൗഹൃദവുമാക്കി മാറ്റി. കമ്പ്യൂട്ടറുകളുടെ നാലാം തലമുറയുടെ 1975 വർത്തമാനം ഹാർഡ്വെയറിന്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു? ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ, മൈക്രോപ്രോസസ്സറുകൾ, വളരെ വലിയ തോതിലുള്ള സെമികണ്ടക്ടർ മെമ്മറി എന്നിവയുടെ ഉപയോഗം. നാലാം തലമുറ കമ്പ്യൂട്ടറുകളുടെ പ്രധാന സവിശേഷത മൈക്രോപ്രോസസ്സറുകളുടെയും വളരെ വലിയ തോതിലുള്ള ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകളുടെയും VLSI ഉപയോഗമാണ്. ഇത് കമ്പ്യൂട്ടറുകളുടെ വലിപ്പം കുറയ്ക്കാനും പ്രോസസ്സിംഗ് ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാനും സഹായിച്ചു. പേഴ്സണൽ കമ്പ്യൂട്ടറുകൾക്ക് PC വഴിയൊരുക്കി. നാലാം തലമുറ കമ്പ്യൂട്ടറുകളിൽ സാധാരണയായി ഉപയോഗിച്ചിരുന്ന സോഫ്റ്റ്വെയറുകളും യൂസർ ഇന്റർഫേസുകളും ഏതെല്ലാമായിരുന്നു? സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ, ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ,
ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് GI എന്നിവ. നാലാം തലമുറ കമ്പ്യൂട്ടറുകളിൽ മൈക്രോപ്രോസസ്സറുകൾ വ്യാപകമായതോടെ സ്പ്രെഡ്ഷീറ്റ്, ഡാറ്റാബേസ് പോലുള്ള ആപ്ലിക്കേഷനുകൾ സാധാരണമായി. കൂടാതെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് GI കമ്പ്യൂട്ടറുകൾ സാധാരണക്കാർക്കും ഉപയോഗിക്കാൻ എളുപ്പമാക്കി. ഇത് പേഴ്സണൽ കമ്പ്യൂട്ടറുകളുടെ പ്രചാരത്തിന് വലിയ സംഭാവന നൽകി. കമ്പ്യൂട്ടറുകളുടെ അഞ്ചാം തലമുറയുടെ വർത്തമാനം മുതൽ ഭാവി വരെ സവിശേഷതകൾ എന്തെല്ലാമാണ്? മൾട്ടിമീഡിയ, ഇന്റർനെറ്റ്, ഒപ്റ്റിക്കൽ ഡിസ്കുകൾ, പാരലൽ പ്രോസസ്സിംഗ് ഹാർഡ്വെയർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI സോഫ്റ്റ്വെയർ എന്നിവ. അഞ്ചാം തലമുറ കമ്പ്യൂട്ടറുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI പാരലൽ പ്രോസസ്സിംഗ്, സൂപ്പർ കണ്ടക്ടർ സാങ്കേതികവിദ്യ എന്നിവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇന്റർനെറ്റിന്റെയും മൾട്ടിമീഡിയയുടെയും വ്യാപകമായ ഉപയോഗം ഈ തലമുറയുടെ പ്രധാന സവിശേഷതയാണ്. കമ്പ്യൂട്ടറുകളുടെ അഞ്ചാം തലമുറയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഉന്നതതല പ്രോഗ്രാമിംഗ് ഭാഷകൾ ഏതെല്ലാമാണ്? C++, ജാവ എന്നിവയും മറ്റും. അഞ്ചാം തലമുറ കമ്പ്യൂട്ടറുകൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ന്യൂറൽ നെറ്റ്വർക്കുകൾ എന്നിവ വികസിപ്പിക്കുന്നതിനായി C++, ജാവ പോലുള്ള ഉന്നതതല ഭാഷകൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഈ ഭാഷകൾ സങ്കീർണമായ പ്രോഗ്രാമുകൾ എളുപ്പത്തിൽ വികസിപ്പിക്കാൻ സഹായിക്കുന്നു. ഒരു ഹാർഡ് ഡിസ്ക് സംഭരണത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഒരു ഹാർഡ് ഡിസ്കിൽ ഒന്നിൽ കൂടുതൽ ഡിസ്കുകൾ, പ്ലാറ്ററുകൾ ഉണ്ടാകും. ഓരോ ഡിസ്കിനെയും ട്രാക്കുകളായും ഓരോ ട്രാക്കിനെയും സെക്ടറുകളായും തിരിച്ചിരിക്കുന്നു. ഒരു ഹാർഡ് ഡിസ്കിൽ ഡാറ്റ സംഭരിക്കുന്നതിനായി ഒന്നിലധികം പ്ലാറ്ററുകൾ ഉപയോഗിക്കുന്നു. ഓരോ പ്ലാറ്ററിലും വൃത്താകൃതിയിലുള്ള ട്രാക്കുകളും ഈ ട്രാക്കുകളെ കൂടുതൽ ചെറിയ ഭാഗങ്ങളായ സെക്ടറുകളായും വിഭജിച്ചിരിക്കുന്നു. ഈ ഘടനയാണ് ഡാറ്റ വേഗത്തിൽ കണ്ടെത്താനും സംഭരിക്കാനും സഹായിക്കുന്നത്. എന്താണ് DVD? അതിന്റെ സംഭരണശേഷി CD-യുമായി എങ്ങനെ താരതമ്യം ചെയ്യാം? DVD ഒരു ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണമാണ്. ഇത് സിഡിക്ക് സമാനമാണെങ്കിലും അതിന്റെ സംഭരണശേഷി സിഡിയുടേതിനേക്കാൾ 15 ഇരട്ടിയിലധികം കൂടുതലാണ്. DVD ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക് ഒരു ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മീഡിയമാണ്. ഇത് വീഡിയോ, ഓഡിയോ, ഡാറ്റ എന്നിവ സംഭരിക്കാൻ ഉപയോഗിക്കുന്നു. സിഡിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡിവിഡിക്ക് ഏകദേശം 4.7 ഗിഗാബൈറ്റ് മുതൽ 17 ഗിഗാബൈറ്റ് വരെ ഡാറ്റ സംഭരിക്കാൻ കഴിയും. ഇത് സിഡിയുടെ 700 മെഗാബൈറ്റ് ശേഷിയേക്കാൾ വളരെ കൂടുതലാണ്. സാധാരണയായി ഉപയോഗിക്കുന്ന ഡിവിഡിയുടെ രണ്ട് തരം ഏതൊക്കെയാണ്? റിക്കോർഡബിൾ, DVD-RW, റീറൈറ്റബിൾ എന്നിവ. റിക്കോർഡബിൾ ഡിസ്കുകളിൽ ഡാറ്റ ഒരിക്കൽ മാത്രം രേഖപ്പെടുത്താൻ സാധിക്കും, പിന്നീട് അത് മാറ്റിയെഴുതാൻ കഴിയില്ല. എന്നാൽ DVD-RW, റീറൈറ്റബിൾ ഡിസ്കുകളിൽ ഡാറ്റ രേഖപ്പെടുത്താനും മായ്ക്കാനും വീണ്ടും രേഖപ്പെടുത്താനും സാധിക്കും. പെൻ ഡ്രൈവിന് സാധാരണയായി ഉപയോഗിക്കുന്ന മറ്റൊരു പേര് എന്താണ്? USB ഫ്ലാഷ് ഡ്രൈവ്. ഒരു പെൻ ഡ്രൈവ് USB ഫ്ലാഷ് ഡ്രൈവ് എന്നും അറിയപ്പെടുന്നു. ഇത് ഒരു പോർട്ടബിൾ ഡാറ്റ സ്റ്റോറേജ് ഉപകരണമാണ്. കമ്പ്യൂട്ടറുകൾക്കും മറ്റ് ഉപകരണങ്ങൾക്കുമിടയിൽ ഡാറ്റ കൈമാറാൻ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. എന്താണ് ബ്ലൂറേ ഡിസ്ക്, ബ്ലൂ-റേ എന്നിവ എന്താണ് സൂചിപ്പിക്കുന്നത്? ബ്ലൂറേ ഡിസ്ക് എന്നത് ഡിവിഡിയുടെ അടുത്ത തലമുറയിലുള്ള ഒരു നൂതന ഒപ്റ്റിക്കൽ ഡിസ്കാണ്. ബ്ലൂ എന്നത് ഉപയോഗിക്കുന്ന ലേസറിന്റെ നിറത്തെ, നീല-വയലറ്റ് സൂചിപ്പിക്കുന്നു. റേ എന്നത് ഒപ്റ്റിക്കൽ രശ്മിയെ പ്രതിനിധീകരിക്കുന്നു. ബ്ലൂറേ ഡിസ്ക് എന്നത് ഉയർന്ന റെസല്യൂഷനിലുള്ള വീഡിയോയും വലിയ അളവിലുള്ള ഡാറ്റയും സംഭരിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു ഡിജിറ്റൽ ഒപ്റ്റിക്കൽ ഡിസ്ക് ഡാറ്റ സ്റ്റോറേജ് ഫോർമാറ്റാണ്. ഡാറ്റ വായിക്കാനും എഴുതാനും നീല-വയലറ്റ് ലേസർ ഉപയോഗിക്കുന്നതിനാലാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. ഇത് സിഡിയും ഡിവിഡിയും ഉപയോഗിക്കുന്ന ചുവന്ന ലേസറിനേക്കാൾ ചെറിയ തരംഗദൈർഘ്യമുള്ളതാണ്. ഇൻപുട്ട് ഉപകരണം എന്നതുകൊണ്ട് പൊതുവായി എന്താണ് അർത്ഥമാക്കുന്നത്? കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റയും നിർദ്ദേശങ്ങളും നൽകാൻ ഉപയോഗിക്കുന്ന ഏതൊരു ഉപകരണവും. കമ്പ്യൂട്ടറിന് വിവരങ്ങൾ നൽകുന്നതിനുള്ള ഒരു പ്രധാന മാർഗമാണ് ഇൻപുട്ട് ഉപകരണങ്ങൾ. കീബോർഡ്, മൗസ്, സ്കാനർ തുടങ്ങിയവ സാധാരണയായി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണങ്ങൾക്ക് ഉദാഹരണമാണ്. ഇവയിലൂടെയാണ് ഉപയോക്താവ് കമ്പ്യൂട്ടറുമായി സംവദിക്കുന്നത്. ടൈപ്പ്റൈറ്ററിന് സമാനമായി പ്രധാനപ്പെട്ടതും ഏറ്റവും നിർണായകവുമായ ഇൻപുട്ട് ഉപകരണമായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? കീബോർഡ്.
അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും കമ്പ്യൂട്ടറിലേക്ക് നൽകുന്നതിനുള്ള പ്രാഥമിക ഉപകരണമാണ് കീബോർഡ്. വിവിധ കമാൻഡുകൾ നൽകാനും ടെക്സ്റ്റ് രേഖകൾ തയ്യാറാക്കാനും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. കമ്പ്യൂട്ടറിലേക്കുള്ള ഡാറ്റ എൻട്രിയുടെ അടിസ്ഥാന ശിലയായി ഇത് വർത്തിക്കുന്നു. ഒരു കമ്പ്യൂട്ടർ മൗസിന്റെ പ്രധാന ധർമ്മം എന്താണ്? ഗ്രാഫിക്കൽ ഇന്റർഫേസിൽ കഴ്സർ നിയന്ത്രിച്ച് ടെക്സ്റ്റുകൾ, ഐക്കണുകൾ, ഫയലുകൾ, ഫോൾഡറുകൾ എന്നിവ തിരഞ്ഞെടുക്കുക. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസുകളിൽ ഉപയോക്താവിന് എളുപ്പത്തിൽ നാവിഗേറ്റ് ചെയ്യാനും കമാൻഡുകൾ നൽകാനും മൗസ് സഹായിക്കുന്നു. പോയിന്റ് ആൻഡ് ക്ലിക്ക് പ്രവർത്തനങ്ങളിലൂടെ സ്ക്രീനിലെ വിവിധ ഘടകങ്ങളുമായി സംവദിക്കാൻ ഇത് ഉപയോക്താവിനെ പ്രാപ്തനാക്കുന്നു. ഇത് ഇൻപുട്ട് ഉപകരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. കമ്പ്യൂട്ടറുകളിൽ സ്കാനർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഭൗതിക രേഖകളെ ഹാർഡ് കോപ്പി, ഡിജിറ്റൽ ചിത്രങ്ങളാക്കി സോഫ്റ്റ് കോപ്പി മാറ്റി കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ടായി പ്രോസസ്സ് ചെയ്യാൻ. സ്കാനറുകൾ പ്രധാനമായും ചിത്രങ്ങൾ, പ്രമാണങ്ങൾ, രേഖകൾ എന്നിവ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റാൻ സഹായിക്കുന്നു. ഇത് പേപ്പർ രേഖകൾ ഡിജിറ്റൽ ഫോർമാറ്റിൽ സംഭരിക്കാനും എഡിറ്റ് ചെയ്യാനും പങ്കിടാനും സാധ്യമാക്കുന്നു. ഇത് ഡാറ്റ എൻട്രിയും ആർക്കൈവിംഗും കാര്യക്ഷമമാക്കുന്നു. OMR എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? അതിന്റെ ഉപയോഗം എന്താണ്? ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, ഓപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഇത് ഒരു OMR ഷീറ്റിലെ പെൻസിൽ, പേന അടയാളങ്ങൾ തിരിച്ചറിയുന്നു. ഒപ്റ്റിക്കൽ മാർക്ക് റീഡറുകൾ പരീക്ഷാ പേപ്പറുകൾ, സർവേകൾ, ഫോമുകൾ എന്നിവയിലെ അടയാളപ്പെടുത്തിയ ഉത്തരങ്ങൾ വേഗത്തിൽ സ്കാൻ ചെയ്യാനും വിലയിരുത്താനും ഉപയോഗിക്കുന്നു. ഇത് വലിയ അളവിലുള്ള ഡാറ്റ പ്രോസസ്സിംഗ് വളരെ കൃത്യതയോടെയും വേഗത്തിലും നടത്താൻ സഹായിക്കുന്നു. മത്സരാധിഷ്ഠിത പരീക്ഷകളുടെ മൂല്യനിർണ്ണയത്തിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഒരു ബാർകോഡ് റീഡറിന്റെ ധർമ്മം എന്താണ്? ഉൽപ്പന്നങ്ങളിൽ അച്ചടിച്ചിട്ടുള്ള ബാർകോഡുകൾ ലേസർ രശ്മി ഉപയോഗിച്ച് വായിക്കുക. ബാർകോഡ് റീഡറുകൾ ഉൽപ്പന്നങ്ങളിലെ ബാർകോഡുകൾ സ്കാൻ ചെയ്ത് അവയിലെ വിവരങ്ങൾ, ഉദാഹരണം വില, ഉൽപ്പന്ന വിവരങ്ങൾ, കമ്പ്യൂട്ടറിലേക്ക് കൈമാറുന്നു. റീട്ടെയിൽ സ്റ്റോറുകളിലും ഇൻവെന്ററി മാനേജ്മെന്റിലും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഇത് ഡാറ്റ എൻട്രിയിലെ പിഴവുകൾ കുറയ്ക്കുകയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ട്രാക്ബോൾ, ജോയിസ്റ്റിക്ക് എന്നിവ പ്രധാനമായും എന്തിനാണ് ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടറിൽ ഗെയിമുകൾ കളിക്കാൻ. ട്രാക്ബോൾ, ജോയിസ്റ്റിക്ക് എന്നിവ പ്രധാനമായും കമ്പ്യൂട്ടർ ഗെയിമുകൾ കളിക്കാനാണ് ഉപയോഗിക്കുന്നത്. കഴ്സറിനെ നിയന്ത്രിക്കാനും ഗെയിമിലെ കഥാപാത്രങ്ങളെ ചലിപ്പിക്കാനും ഇവ സഹായിക്കുന്നു. മറ്റ് പോയിന്റിംഗ് ഉപകരണങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കൃത്യവും വേഗതയേറിയതുമായ നിയന്ത്രണം ഇവ നൽകുന്നു. MICR എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? ഇത് പ്രധാനമായും എവിടെയാണ് ഉപയോഗിക്കുന്നത്? മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. ഇത് പ്രധാനമായും ബാങ്കുകൾ ചെക്കുകളും ഡ്രാഫ്റ്റുകളും പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. MICR സാങ്കേതികവിദ്യ ബാങ്കിംഗ് മേഖലയിൽ ചെക്കുകളുടെ ആധികാരികത ഉറപ്പാക്കാനും വേഗത്തിൽ പ്രോസസ്സ് ചെയ്യാനും സഹായിക്കുന്നു. ചെക്കുകളുടെ അടിയിലുള്ള പ്രത്യേക മാഗ്നറ്റിക് മഷി ഉപയോഗിച്ച് അച്ചടിച്ച അക്കങ്ങൾ വായിക്കുന്നതിലൂടെ വ്യാജ ചെക്കുകൾ തടയാനും ഇടപാടുകൾ സുരക്ഷിതമാക്കാനും ഇത് സഹായിക്കുന്നു. ഒരു MICR കോഡിന്റെ ഘടന എന്താണ്? 0 മുതൽ 9 വരെയുള്ള അക്കങ്ങളും 4 പ്രത്യേക ചിഹ്നങ്ങളും ഉൾപ്പെടെ ആകെ 14 പ്രതീകങ്ങൾ. MICR കോഡ് 14 അക്ഷരങ്ങളടങ്ങിയ ഒരു സവിശേഷ കോഡാണ്. ഇത് ബാങ്കിംഗ് രേഖകളിൽ, പ്രത്യേകിച്ച് ചെക്കുകളിൽ, ബാങ്കിന്റെ വിവരങ്ങളും അക്കൗണ്ട് നമ്പറും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു. ഈ കോഡിന്റെ കൃത്യമായ ഘടന ബാങ്കിംഗ് ഇടപാടുകളുടെ സുരക്ഷയ്ക്കും കാര്യക്ഷമതയ്ക്കും അത്യന്താപേക്ഷിതമാണ്. ഔട്ട്പുട്ട് ഉപകരണം എന്നതുകൊണ്ട് പൊതുവായി എന്താണ് അർത്ഥമാക്കുന്നത്? കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ പ്രദർശിപ്പിക്കാനും പ്രൊജക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഭൗതികമായി ഉത്പാദിപ്പിക്കാനും ഉപയോഗിക്കുന്ന ഹാർഡ്വെയർ ഉപകരണങ്ങൾ. ഔട്ട്പുട്ട് ഉപകരണങ്ങൾ കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്ത ഡാറ്റ ഉപയോക്താവിന് മനസ്സിലാക്കാവുന്ന രൂപത്തിൽ, ഉദാഹരണം സ്ക്രീനിൽ, പ്രിന്റഡ് പേപ്പറിൽ, ശബ്ദമായി നൽകുന്നു. മോണിറ്റർ, പ്രിന്റർ, സ്പീക്കർ എന്നിവ സാധാരണയായി ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണങ്ങൾക്ക് ഉദാഹരണമാണ്. ഇത് ഉപയോക്താവിനും കമ്പ്യൂട്ടറിനുമിടയിലുള്ള ആശയവിനിമയം പൂർത്തിയാക്കുന്നു. കമ്പ്യൂട്ടർ മോണിറ്ററിന് മറ്റൊരു പേരെന്ത്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, VDU. കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ ചിത്രങ്ങളായും അക്ഷരങ്ങളായും പ്രദർശിപ്പിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണമാണ് മോണിറ്റർ. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, VDU എന്നും ഇത് അറിയപ്പെടുന്നു. ഡാറ്റ ഉപയോക്താവിന് ദൃശ്യരൂപത്തിൽ ലഭ്യമാക്കാൻ ഇത് സഹായിക്കുന്നു. ഒരു മോണിറ്ററിലെ ചിത്രം രൂപപ്പെടുത്തുന്ന ചെറിയ വർണ്ണബിന്ദുക്കൾക്ക് പറയുന്ന പേരെന്ത്? പിക്സലുകൾ, പിക്സൽസ്.
ഒരു ഡിജിറ്റൽ ചിത്രത്തിന്റെ അടിസ്ഥാന ഘടകമാണ് പിക്സൽ. ഇത് ഒരു ചിത്രത്തിലെ ഏറ്റവും ചെറിയ ദൃശ്യമായ ബിന്ദുവാണ്. പിക്സലുകൾ ചേർന്നാണ് മോണിറ്ററുകളിൽ ചിത്രങ്ങളും ഗ്രാഫിക്സുകളും രൂപപ്പെടുന്നത്. മോണിറ്ററുകളുടെ 3 സാധാരണ ഇനങ്ങൾ ഏതെല്ലാം? CRT, കാഥോഡ് റേ ട്യൂബ്, LCD, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, LED, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. കമ്പ്യൂട്ടർ മോണിറ്ററുകൾ പ്രധാനമായും 3 തരത്തിലുണ്ട്. പഴയ CRT മോണിറ്ററുകൾ വലിയതും ഭാരം കൂടിയതുമായിരുന്നു. എന്നാൽ LCD, LED മോണിറ്ററുകൾ ഭാരം കുറഞ്ഞതും കൂടുതൽ ഊർജ്ജക്ഷമതയുള്ളതും മികച്ച ചിത്ര നിലവാരം നൽകുന്നതുമാണ്. ഒരു പ്രിന്ററിന്റെ ധർമ്മം എന്താണ്? കമ്പ്യൂട്ടർ ഉൽപ്പാദിപ്പിക്കുന്ന ഫലങ്ങളുടെ സ്ഥിരമായ ഭൗതിക പകർപ്പുകൾ, ഹാർഡ് കോപ്പി, ഉപയോക്താവിന് പേപ്പറിൽ നിർമ്മിച്ചു നൽകുക. ഒരു പ്രിന്റർ ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. ഇത് കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഡിജിറ്റൽ ഡാറ്റയെ പേപ്പറിൽ പ്രിന്റ് ചെയ്തുകൊണ്ട് ഭൗതിക രൂപത്തിലേക്ക് മാറ്റുന്നു. ഇത് രേഖകൾ, ചിത്രങ്ങൾ, ഗ്രാഫുകൾ എന്നിവയുടെ ഹാർഡ് കോപ്പികൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നു. വിവിധതരം പ്രിന്ററുകൾ ഏതെല്ലാം? ഇമ്പാക്ട് പ്രിന്റർ, ഡോട്ട് മാട്രിക്സ് പ്രിന്റർ, ഇങ്ക്ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ. പ്രിന്റിംഗ് സാങ്കേതികവിദ്യയുടെ അടിസ്ഥാനത്തിൽ പ്രിന്ററുകളെ പല വിഭാഗങ്ങളായി തിരിക്കാം. ഇമ്പാക്ട് പ്രിന്ററുകൾ, ഉദാഹരണം ഡോട്ട് മാട്രിക്സ്, പേപ്പറിൽ നേരിട്ട് അടിച്ചു പ്രിന്റ് ചെയ്യുമ്പോൾ. ഇങ്ക്ജെറ്റ് പ്രിന്ററുകൾ മഷി തളിച്ചും. ലേസർ പ്രിന്ററുകൾ ലേസർ രശ്മികളും ടോണറും ഉപയോഗിച്ച് ഉയർന്ന നിലവാരമുള്ള പ്രിന്റുകൾ നൽകുന്നു. ഒരു പ്ലോട്ടർ പ്രധാനമായും എന്തിനാണ് ഉപയോഗിക്കുന്നത്? വലിയ പേപ്പറുകളിൽ ഉയർന്ന നിലവാരമുള്ള ഡ്രോയിംഗുകളും ഗ്രാഫുകളും ലഭിക്കുന്നതിനായി. ഇത് പ്രധാനമായും എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, നഗരാസൂത്രണം, മാപ്പിംഗ് തുടങ്ങിയ മേഖലകളിൽ ഉപയോഗിക്കുന്നു. പ്ലോട്ടറുകൾ വലിയ ഫോർമാറ്റിലുള്ള ചിത്രങ്ങളും സാങ്കേതിക ഡ്രോയിംഗുകളും പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു തരം പ്രിന്ററുകളാണ്. വാസ്തുവിദ്യ, എഞ്ചിനീയറിംഗ്, ഭൂപട നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ കൃത്യതയും വലിയ വലുപ്പവുമുള്ള രേഖകൾ ആവശ്യമായി വരുമ്പോൾ പ്ലോട്ടറുകൾ വളരെ പ്രധാനമാണ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എങ്ങനെ നിർവചിക്കാം? ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ സ്പർശിക്കാനും കാണാനും കഴിയുന്ന ഭൗതിക ഭാഗങ്ങൾ. കമ്പ്യൂട്ടറിന്റെ ഭൗതിക ഘടകങ്ങളെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഇതിൽ പ്രോസസർ, മെമ്മറി, സ്റ്റോറേജ് ഉപകരണങ്ങൾ, മദർബോർഡ്, കീബോർഡ്, മോണിറ്റർ തുടങ്ങിയവ ഉൾപ്പെടുന്നു. കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ഹാർഡ്വെയർ അത്യാവശ്യമാണ്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എങ്ങനെ നിർവചിക്കാം? ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വിവരങ്ങളോ കമാൻഡുകളോ രീതികളോ. കമ്പ്യൂട്ടറിന് ഒരു പ്രത്യേക പ്രവൃത്തി ചെയ്യാനുള്ള നിർദ്ദേശങ്ങളുടെ കൂട്ടമാണ് സോഫ്റ്റ്വെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ എന്നിവ സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങളാണ്. ഇത് ഹാർഡ്വെയറിനെ പ്രവർത്തനക്ഷമമാക്കുന്നു. എന്താണ് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം? ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിനായി കമ്പ്യൂട്ടറിന് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങളുടെ ഒരു ശേഖരം. കമ്പ്യൂട്ടറിന് ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കാൻ ആവശ്യമായ ഘട്ടം ഘട്ടമായുള്ള നിർദ്ദേശങ്ങളുടെ ഒരു കൂട്ടമാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാം. ഈ പ്രോഗ്രാമുകളാണ് സോഫ്റ്റ്വെയറുകൾ രൂപപ്പെടുത്തുന്നത്. ഒരു കൂട്ടം പ്രോഗ്രാമുകൾക്ക് പറയുന്ന പേരെന്ത്? സോഫ്റ്റ്വെയർ. പരസ്പരം ബന്ധപ്പെട്ട പ്രോഗ്രാമുകളുടെയും ഡാറ്റയുടെയും ഒരു കൂട്ടത്തെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ പ്രവർത്തിപ്പിക്കാനും ഉപയോക്താവിന് പ്രത്യേക ജോലികൾ ചെയ്യാനും ഇത് സഹായിക്കുന്നു. സോഫ്റ്റ്വെയറിന്റെ പ്രധാന 2 തരം ഏവയാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഉപയോക്താവിന്റെ പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റുന്നതുമായ സോഫ്റ്റ്വെയർ വിഭാഗങ്ങളാണിവ. ഈ തരംതിരിവ് കമ്പ്യൂട്ടർ ശാസ്ത്രത്തിലെ ഒരു അടിസ്ഥാന ആശയമാണ്. സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പ്രധാന ധർമ്മം എന്താണ്? ഇത് കമ്പ്യൂട്ടറിന്റെ പ്രധാന പ്രോഗ്രാമാണ്, കൂടാതെ അതിന്റെ ആന്തരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. കമ്പ്യൂട്ടർ ഹാർഡ്വെയറുമായി നേരിട്ട് സംവദിക്കുകയും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു പ്ലാറ്റ്ഫോം നൽകുകയും ചെയ്യുക എന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പ്രധാന ധർമ്മം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിന് ഒരു ഉദാഹരണമാണ്. ഹാർഡ്വെയറിനും സോഫ്റ്റ്വെയറിനുമിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുന്നത് എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ റിസോഴ്സുകളെ കൈകാര്യം ചെയ്യുകയും ഉപയോക്താക്കൾക്കും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾക്കും അവ ഉപയോഗിക്കാനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്യുന്നു. ഇത് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഒരു പ്രധാന ഘടകമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ നൽകുക.
ലിനക്സ്, വിൻഡോസ് 7, വിൻഡോസ് 8, വിൻഡോസ് 10. കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ. ലിനക്സ് ഒരു ഓപ്പൺ സോഴ്സ് OS ആണ്, അതേസമയം വിൻഡോസ് മൈക്രോസോഫ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പ്രൊപ്രൈറ്ററി OS ആണ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്നാൽ എന്താണ്? ഒരു ഉദാഹരണം നൽകുക. കമ്പ്യൂട്ടറിന്റെ പരിപാലനത്തെ സഹായിക്കുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ. ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഒരു ഉദാഹരണമാണ്. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സഹായിക്കുന്ന പ്രോഗ്രാമുകളാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ. ആന്റിവൈറസ്, ഡിസ്ക് ക്ലീനർ, ഡാറ്റ ബാക്കപ്പ് ടൂളുകൾ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എങ്ങനെ നിർവചിക്കാം? ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കുന്നതിനായി കമ്പ്യൂട്ടർ പ്രോഗ്രാമർമാർ രൂപകൽപ്പന ചെയ്ത പ്രോഗ്രാമുകളുടെ ഒരു കൂട്ടം. ഉപയോക്താവിന്റെ പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോ ഒരു പ്രത്യേക ദൗത്യം നിർവഹിക്കുന്നതിനോ വേണ്ടിയുള്ള പ്രോഗ്രാമുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ. വേഡ് പ്രോസസ്സറുകൾ, വെബ് ബ്രൗസറുകൾ, വീഡിയോ പ്ലെയറുകൾ എന്നിവയെല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ ഭാഗമാണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങൾ നൽകുക. വേഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ, ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ, ഗ്രാഫിക് സോഫ്റ്റ്വെയർ. ഉപയോക്താക്കൾക്ക് വിവിധ ജോലികൾ ചെയ്യാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണിവ. മൈക്രോസോഫ്റ്റ് വേഡ്, അഡോബ് ഫോട്ടോഷോപ്പ്, MySQL പോലുള്ള പ്രോഗ്രാമുകൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വിഭാഗത്തിൽപ്പെടുന്നു. സ്പെഷ്യലിസ്റ്റ് സോഫ്റ്റ്വെയർ എന്നാൽ എന്താണ്? ഒരു പ്രത്യേക ദൗത്യത്തിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. ഉദാഹരണത്തിന്, ഒരു സ്മാർട്ട്ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതും ഫോട്ടോഗ്രാഫി എന്ന പ്രത്യേക ആവശ്യത്തിനായി രൂപകൽപ്പന ചെയ്തതുമായ ഒരു ക്യാമറ ആപ്ലിക്കേഷൻ. വളരെ സങ്കീർണമായതോ പ്രത്യേകമായതോ ആയ ഒരു ജോലിക്ക് വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് സ്പെഷ്യലിസ്റ്റ് സോഫ്റ്റ്വെയറുകൾ. ശാസ്ത്രീയ ഗവേഷണം, എഞ്ചിനീയറിംഗ് ഡിസൈൻ, മെഡിക്കൽ ഡയഗ്നോസിസ് തുടങ്ങിയ മേഖലകളിൽ ഇവ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഒരു കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏക ഭാഷ ഏതാണ്? മെഷീൻ ഭാഷ. ഇത് 0, 1 അക്കങ്ങൾ, ബൈനറി ഭാഷ ഉൾക്കൊള്ളുന്നു. കമ്പ്യൂട്ടറിന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഏക ഭാഷയാണ് മെഷീൻ ഭാഷ. ഇത് ബൈനറി കോഡുകളാൽ നിർമ്മിതമാണ്. മറ്റ് ഭാഷകളിൽ എഴുതുന്ന പ്രോഗ്രാമുകൾ മെഷീൻ ഭാഷയിലേക്ക് മാറ്റിയതിനു ശേഷം മാത്രമേ കമ്പ്യൂട്ടറിന് പ്രവർത്തിപ്പിക്കാൻ കഴിയൂ. ഒരു അസംബ്ലറിന്റെ പ്രാഥമിക ധർമ്മം എന്താണ്? ഒരു അസംബ്ലർ അസംബ്ലി ഭാഷയെ ലോ ലെവൽ ഭാഷ, മെഷീൻ ഭാഷയിലേക്ക് മാറ്റുന്നു. അസംബ്ലി ഭാഷയിൽ എഴുതിയ പ്രോഗ്രാമുകൾ കമ്പ്യൂട്ടറിന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന മെഷീൻ ഭാഷയിലേക്ക് മാറ്റുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറാണ് അസംബ്ലർ. ഇത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിലെ ഒരു അടിസ്ഥാന ആശയമാണ്. ഒരു കമ്പൈലറിന്റെ പ്രാഥമിക ധർമ്മം എന്താണ്? ഒരു കമ്പൈലർ ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ഭാഷയിലുള്ള മുഴുവൻ പ്രോഗ്രാമിനെയും എക്സിക്യൂഷനു മുമ്പ് ലോ ലെവൽ മെഷീൻ കോഡിലേക്ക് വിവർത്തനം ചെയ്യുകയും എല്ലാ പിഴവുകളും ഒരേ സമയം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. കമ്പൈലറുകൾ പ്രോഗ്രാമിംഗ് ഭാഷകളെ മെഷീൻ ഭാഷയിലേക്ക് മാറ്റുന്ന സോഫ്റ്റ്വെയറുകളാണ്. ഇവ മുഴുവൻ കോഡും ഒരുമിച്ച് പരിശോധിച്ച് പിഴവുകൾ കണ്ടെത്തുന്നു. അതുവഴി പ്രോഗ്രാം വേഗത്തിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. C++ പോലുള്ള ഭാഷകൾ കമ്പൈലറുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഒരു ഇന്റർപ്രറ്ററിന്റെ പ്രാഥമിക ധർമ്മം എന്താണ്? ഒരു ഇന്റർപ്രറ്റർ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ഭാഷാ കോഡിനെ വരിക്ക് വരിയായി മെഷീൻ ഭാഷയിലേക്ക് മാറ്റുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്റർപ്രറ്ററുകൾ പ്രോഗ്രാമിംഗ് കോഡിനെ ഓരോ വരിയായി വിശകലനം ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നു. ഇത് പിഴവുകൾ തത്സമയം കണ്ടെത്താനും തിരുത്താനും സഹായിക്കുന്നു. എന്നാൽ കമ്പൈലറുകളെ അപേക്ഷിച്ച് വേഗത കുറവായിരിക്കും. പൈത്തൺ, ജാവാസ്ക്രിപ്റ്റ് പോലുള്ള ഭാഷകൾ ഇന്റർപ്രറ്ററുകൾ ഉപയോഗിക്കുന്നു. ചില സാധാരണ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ഭാഷകളുടെ പേരുകൾ പറയുക. ബേസിക്, C++, ജാവ എന്നിവയാണ് ചില ഉദാഹരണങ്ങൾ. മനുഷ്യർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന പ്രോഗ്രാമിംഗ് ഭാഷകളാണ് ഹൈ ലെവൽ ഭാഷകൾ. ഇവ കമ്പൈലറുകളോ ഇന്റർപ്രറ്ററുകളോ ഉപയോഗിച്ച് മെഷീൻ ഭാഷയിലേക്ക് മാറ്റിയാണ് കമ്പ്യൂട്ടറുകൾക്ക് മനസ്സിലാക്കാവുന്നത്. ആപ്ലിക്കേഷനുകൾ, വെബ്സൈറ്റുകൾ, ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ എന്നിവ നിർമ്മിക്കാൻ ഈ ഭാഷകൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഫോർട്രാൻ എന്ന ചുരുക്കെഴുത്തിന്റെ പൂർണ്ണരൂപം എന്താണ്? ഇത് പ്രാഥമികമായി ഏത് ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്? ഫോർട്രാൻ എന്നതിന്റെ പൂർണ്ണരൂപം ഫോർമുല ട്രാൻസ്ലേഷൻ എന്നാണ്. ഇത് പ്രധാനമായും ശാസ്ത്രീയവും എഞ്ചിനീയറിംഗ് സംബന്ധിയായതുമായ കമ്പ്യൂട്ടിംഗിനാണ് ഉപയോഗിക്കുന്നത്. ഫോർട്രാൻ, ഫോർമുല ട്രാൻസ്ലേഷൻ,
ശാസ്ത്രീയ കമ്പ്യൂട്ടിംഗിനായുള്ള ആദ്യത്തെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ഭാഷകളിൽ ഒന്നാണ്. ഇത് സംഖ്യാപരമായ കണക്കുകൂട്ടലുകൾക്കും ശാസ്ത്രീയ സിമുലേഷനുകൾക്കും ഇപ്പോഴും ഉപയോഗിക്കപ്പെടുന്നു. 1950കളിൽ IBM ആണ് ഇത് വികസിപ്പിച്ചത്. ഒരു കമ്പ്യൂട്ടർ ശൃംഖല കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നാൽ എന്താണ്? ഒരു കമ്പ്യൂട്ടർ ശൃംഖല എന്നത് പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ളതും സ്വതന്ത്രവുമായ കമ്പ്യൂട്ടറുകളുടെ ഒരു കൂട്ടമാണ്. അവയ്ക്ക് പരസ്പരം ആശയവിനിമയം നടത്താൻ കഴിയും. കമ്പ്യൂട്ടറുകളും മറ്റ് ഉപകരണങ്ങളും ഡാറ്റയും വിഭവങ്ങളും പങ്കിടുന്നതിനായി പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് കമ്പ്യൂട്ടർ ശൃംഖല. ഇത് വിവരസാങ്കേതികവിദ്യയുടെ ഒരു പ്രധാന ഭാഗമാണ്. ആശയവിനിമയത്തിനും വിവര കൈമാറ്റത്തിനും ഇത് സഹായിക്കുന്നു. ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് LAN എന്നാൽ എന്താണ്? ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് LAN എന്നത് ഒരു വീട്, ഓഫീസ് കെട്ടിടം അല്ലെങ്കിൽ ക്യാമ്പസ് പോലുള്ള ഒരു ചെറിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് ഒതുങ്ങിനിൽക്കുന്ന ഒരു കമ്പ്യൂട്ടർ ശൃംഖലയാണ്. LANകൾക്ക് സാധാരണയായി ഉയർന്ന ഡാറ്റ കൈമാറ്റ നിരക്കും കുറഞ്ഞ കാലതാമസവും ഉണ്ടാകും. ഒരേ കെട്ടിടത്തിലോ പരിസരത്തോ ഉള്ള കമ്പ്യൂട്ടറുകളെയും മറ്റു ഉപകരണങ്ങളെയും ബന്ധിപ്പിക്കാൻ ഇവ ഉപയോഗിക്കുന്നു. ഇത് വിവരങ്ങൾ എളുപ്പത്തിൽ പങ്കിടാൻ സഹായിക്കുന്നു. ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് WAN എന്നാൽ എന്താണ്? ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് WAN എന്നത് നഗരങ്ങൾ, രാജ്യങ്ങൾ അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങൾ വരെ വ്യാപിച്ചുകിടക്കുന്ന വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു കമ്പ്യൂട്ടർ ശൃംഖലയാണ്. WANകൾ വലിയ ദൂരങ്ങളിൽ ഡാറ്റ കൈമാറാൻ ടെലിഫോൺ ലൈനുകൾ, ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ, സാറ്റലൈറ്റ് ലിങ്കുകൾ എന്നിവ പോലുള്ള സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കുന്നു. ഇന്റർനെറ്റ് ഒരു WAN ഉദാഹരണമാണ്. ഇത് ലോകമെമ്പാടുമുള്ള നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു. ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് MAN എന്നാൽ എന്താണ്? ഒരു മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് MAN എന്നത് ഒരു നഗരത്തിന്റെ അതിരുകൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ശൃംഖലയാണ്. പലപ്പോഴും ആ നഗരപ്രദേശത്തുള്ള ഒന്നിലധികം LANകളെ ഇത് ബന്ധിപ്പിക്കുന്നു. MANകൾ LANകളെക്കാൾ വലുതും WANകളെക്കാൾ ചെറുതുമാണ്. ഒരു നഗരത്തിലെ വിവിധ ഓഫീസുകളെയോ സ്ഥാപനങ്ങളെയോ ബന്ധിപ്പിക്കാൻ ഇവ ഉപയോഗിക്കുന്നു. ഇത് നഗരത്തിനുള്ളിലെ ആശയവിനിമയം കാര്യക്ഷമമാക്കുന്നു. ഒപ്റ്റിക്കൽ ഫൈബർ ഏത് തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്? ഒപ്റ്റിക്കൽ ഫൈബർ പ്രകാശത്തിന്റെ പൂർണ്ണ ആന്തരിക പ്രതിഫലനം ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒപ്റ്റിക്കൽ ഫൈബറുകൾ ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിച്ച നേർത്ത നാരുകളാണ്. പൂർണ്ണ ആന്തരിക പ്രതിഫലനം എന്ന തത്വം ഉപയോഗിച്ച് അവ പ്രകാശ സിഗ്നലുകളെ വലിയ ദൂരങ്ങളിലേക്ക് കുറഞ്ഞ നഷ്ടത്തിൽ കൊണ്ടുപോകുന്നു. അതിവേഗ ഇന്റർനെറ്റ്, ടെലികമ്മ്യൂണിക്കേഷൻ എന്നിവയ്ക്ക് ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. വൈഫൈ എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? ഇത് ഏതുതരം നെറ്റ്വർക്ക് സാങ്കേതികവിദ്യയാണ്? വൈഫൈ എന്നതിന്റെ പൂർണ്ണരൂപം വയർലെസ് ഫിഡലിറ്റി എന്നാണ്. ഇത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകൾക്കായി LANs ഉപയോഗിക്കുന്ന ഒരു വയർലെസ് സാങ്കേതികവിദ്യയാണ്. വൈഫൈ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറുകളെയും മറ്റു ഉപകരണങ്ങളെയും വയറുകളില്ലാതെ ഒരു നെറ്റ്വർക്കിലേക്ക് ബന്ധിപ്പിക്കാൻ സഹായിക്കുന്നു. IEEE 802.11 സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. വീടുകളിലും ഓഫീസുകളിലും പൊതുസ്ഥലങ്ങളിലും ഇത് സാധാരണയായി ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ ഉപയോഗിക്കുന്നു. WiMAX എന്നാൽ എന്ത്? അതിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? WiMAX എന്നാൽ വേൾഡ് വൈഡ് ഇന്റർഓപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ്. ഇത് ദീർഘദൂര അതിവേഗ ഇന്റർനെറ്റ് ലഭ്യതയ്ക്കായി രൂപകൽപ്പന ചെയ്ത ഒരു വയർലെസ് സാങ്കേതികവിദ്യയാണ്. ഇതിന് ഏകദേശം 50 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. WiMAX വേൾഡ് വൈഡ് ഇന്റർഓപ്പറബിലിറ്റി ഫോർ മൈക്രോവേവ് ആക്സസ് എന്നത് വയർലെസ് ബ്രോഡ്ബാൻഡ് സാങ്കേതികവിദ്യയാണ്. IEEE 802.16 സ്റ്റാൻഡേർഡ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇത് പരമ്പരാഗത വൈഫൈയേക്കാൾ വലിയ പ്രദേശങ്ങളിൽ ഉയർന്ന വേഗതയിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ദൂരപരിധിയിലും വേഗതയിലും ഇത് പ്രാധാന്യമർഹിക്കുന്നു. മോഡം എന്നാൽ എന്ത്? അതിന്റെ പ്രധാന ധർമ്മം എന്താണ്? മോഡം എന്നാൽ മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ, മൊഡ്യുലേറ്റർ, ഡിമോഡ്യുലേറ്റർ. കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഡിജിറ്റൽ സിഗ്നലുകളെ ടെലിഫോൺ അല്ലെങ്കിൽ കേബിൾ ലൈനുകളിലൂടെ അയക്കാൻ കഴിയുന്ന അനലോഗ് സിഗ്നലുകളാക്കി മാറ്റുകയും തിരിച്ചും പ്രവർത്തിക്കുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ധർമ്മം. മോഡം, മൊഡ്യുലേറ്റർ, ഡിമോഡ്യുലേറ്റർ എന്നത് കമ്പ്യൂട്ടറുകളിലെ ഡിജിറ്റൽ വിവരങ്ങളെ അനലോഗ് സിഗ്നലുകളാക്കി മാറ്റി ടെലിഫോൺ ലൈനുകളിലൂടെയോ കേബിളുകളിലൂടെയോ അയക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ്. ഇത് സിഗ്നലുകൾ സ്വീകരിക്കുമ്പോൾ അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലുകളാക്കി മാറ്റുകയും ചെയ്യുന്നു. ഡാറ്റ കൈമാറ്റത്തിന് ഇത് അത്യാവശ്യമാണ്. ISP എന്നാൽ എന്ത്? അതിന്റെ പങ്ക് എന്താണ്?
ISP എന്നാൽ ഇന്റർനെറ്റ് സേവന ദാതാവ്, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഉപഭോക്താക്കൾക്ക് ഇന്റർനെറ്റ് ലഭ്യത നൽകുക എന്നതാണ് ഇതിന്റെ പങ്ക്. ISP, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, എന്നത് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഇന്റർനെറ്റിലേക്ക് പ്രവേശനം നൽകുന്ന ഒരു കമ്പനിയാണ്. ഡാറ്റ കൈമാറ്റം, വെബ് ഹോസ്റ്റിംഗ്, ഇമെയിൽ സേവനങ്ങൾ എന്നിവയും പലപ്പോഴും ISP-കൾ നൽകുന്നു. ഇന്റർനെറ്റ് ഉപയോഗത്തിന് ISP-കളുടെ സേവനം അത്യന്താപേക്ഷിതമാണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളുടെ പശ്ചാത്തലത്തിൽ പ്രോട്ടോക്കോളുകൾ എന്നാൽ എന്താണ്? ഒരു നെറ്റ്വർക്കിലൂടെ ഡാറ്റ അയക്കുന്നതിനും സ്വീകരിക്കുന്നതിനും വേണ്ടിയുള്ള നിയമങ്ങളുടെ ഒരു കൂട്ടമാണ് പ്രോട്ടോക്കോളുകൾ. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളിൽ പ്രോട്ടോക്കോളുകൾ എന്നത് വിവരങ്ങൾ എങ്ങനെ കൈമാറ്റം ചെയ്യണം എന്ന് നിർവചിക്കുന്ന നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും ഒരു കൂട്ടമാണ്. വ്യത്യസ്ത ഉപകരണങ്ങൾക്കും സിസ്റ്റങ്ങൾക്കും പരസ്പരം ആശയവിനിമയം നടത്താൻ ഇത് സഹായിക്കുന്നു. HTTP തുടങ്ങിയവ പ്രധാന പ്രോട്ടോക്കോളുകളാണ്. ചില സാധാരണ ഇന്റർനെറ്റ് പ്രോട്ടോക്കോളുകളുടെ പേരും അവയുടെ പൂർണ്ണരൂപവും നൽകുക. TCP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, IP, ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ, HTTP, ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നിവയാണ് അവ. ഇന്റർനെറ്റ് ആശയവിനിമയത്തിന്റെ അടിസ്ഥാനമാണ് പ്രോട്ടോക്കോളുകൾ. TCP, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, ഡാറ്റയുടെ വിശ്വസനീയമായ കൈമാറ്റം ഉറപ്പാക്കുന്നു. IP, ഇന്റർനെറ്റ് പ്രോട്ടോക്കോൾ, ഡാറ്റ പാക്കറ്റുകൾക്ക് ശരിയായ വഴി കണ്ടെത്താൻ സഹായിക്കുന്നു. HTTP, ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, വെബ് പേജുകൾ ലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ ഇന്റർനെറ്റ് സേവനം ഔദ്യോഗികമായി ആരംഭിച്ചത് എന്നാണ്? 1995 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യയിൽ ഇന്റർനെറ്റ് സേവനം ഔദ്യോഗികമായി ആരംഭിച്ചത്. ഇന്ത്യയിൽ ഇന്റർനെറ്റ് സേവനങ്ങളുടെ ഔദ്യോഗിക തുടക്കം 1995 ഓഗസ്റ്റ് 15-നായിരുന്നു. പൊതുമേഖലാ സ്ഥാപനമായ വിദേശ സഞ്ചാർ നിഗം ലിമിറ്റഡ് (VSNL) ആണ് ഇത് സാധ്യമാക്കിയത്. ഈ തീയതി ഇന്ത്യയുടെ ഡിജിറ്റൽ വിപ്ലവത്തിലെ ഒരു നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിൽ ഇന്റർനെറ്റ് സേവനം നൽകിയ ആദ്യത്തെ കമ്പനി ഏതായിരുന്നു? വിദേശ സഞ്ചാർ നിഗം ലിമിറ്റഡ് (VSNL) ആയിരുന്നു ഇന്ത്യയിൽ ഇന്റർനെറ്റ് സേവനം നൽകിയ ആദ്യത്തെ കമ്പനി. 1995 ഓഗസ്റ്റ് 15-ന് ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് സേവനം ആരംഭിച്ചത് പൊതുമേഖലാ സ്ഥാപനമായ വിദേശ സഞ്ചാർ നിഗം ലിമിറ്റഡ് (VSNL) ആണ്. ഇത് രാജ്യത്ത് ഇന്റർനെറ്റ് വിതരണത്തിന് വഴിയൊരുക്കുകയും സാങ്കേതിക പുരോഗതിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ഇന്റർനെറ്റ് സേവനം ആരംഭിച്ച ആദ്യത്തെ സ്വകാര്യമേഖലാ കമ്പനി ഏതായിരുന്നു? 1998-ൽ ഇന്റർനെറ്റ് സേവനം ആരംഭിച്ച സത്യം ഇൻഫോവേ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യമേഖലാ കമ്പനി. ഇന്ത്യയിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ സ്വകാര്യമേഖലയിലേക്ക് വ്യാപിച്ചത് സത്യം ഇൻഫോവയുടെ കടന്നുവരവോടെയാണ്. 1998-ൽ സേവനം ആരംഭിച്ച ഈ കമ്പനി രാജ്യത്ത് ഇന്റർനെറ്റ് ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും മത്സരബുദ്ധിയോടെയുള്ള സേവനങ്ങൾ നൽകുന്നതിനും ഒരു പ്രധാന പങ്ക് വഹിച്ചു. URL എന്നാൽ എന്ത്? URL എന്നാൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നത് വേൾഡ് വൈഡ് വെബിൽ ഒരു വെബ് പേജിന്റെയോ മറ്റു റിസോഴ്സിന്റെയോ വിലാസം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു റഫറൻസ് ആണ്. ഇന്റർനെറ്റിലെ ഓരോ വെബ് പേജിനും ഫയലിനും അതിന്റേതായ ഒരു URL ഉണ്ടായിരിക്കും. ഇത് വിവരങ്ങൾ കണ്ടെത്താൻ ഉപയോക്താവിനെ സഹായിക്കുന്നു. ഒരു വെബ് ബ്രൗസർ എന്നാൽ എന്താണ്? വേൾഡ് വൈഡ് വെബിലെ വെബ്സൈറ്റുകളും വെബ് പേജുകളും കാണുന്നതിനും അവയിലേക്ക് പ്രവേശിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു ക്ലയന്റ് പ്രോഗ്രാമാണ് വെബ് ബ്രൗസർ. ഇന്റർനെറ്റിലെ വിവരങ്ങളുമായി സംവദിക്കാൻ ഉപയോക്താക്കളെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് വെബ് ബ്രൗസർ. വെബ് സെർവറുകളിൽ നിന്ന് വിവരങ്ങൾ സ്വീകരിച്ച് ഉപയോക്താവിന് കാണുന്നതിനായി പ്രദർശിപ്പിക്കുന്നു. ഗൂഗിൾ ക്രോം, ഫയർഫോക്സ്, സഫാരി തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. ഹോം പേജ് എന്നാൽ എന്ത്? ഒരു വെബ്സൈറ്റിന്റെ പ്രധാന പ്രവേശന കവാടമോ ആമുഖമോ ആയി വർത്തിക്കുന്ന ആദ്യ പേജാണ് ഹോം പേജ്. ഹോം പേജ് എന്നത് ഒരു വെബ്സൈറ്റിലെ പ്രധാന ഭാഗമാണ്. അവിടെ നിന്ന് ഉപയോക്താക്കൾക്ക് മറ്റു പേജുകളിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. ഇത് വെബ്സൈറ്റിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത വിവരണം നൽകുകയും നാവിഗേഷൻ എളുപ്പമാക്കുകയും ചെയ്യുന്നു. വേൾഡ് വൈഡ് വെബ് (WWW) കണ്ടുപിടിച്ചത് ആരാണ്? ടിം ബെർണേഴ്സ്-ലീ ആണ് വേൾഡ് വൈഡ് വെബ് (WWW) കണ്ടുപിടിച്ചത്. ടിം ബെർണേഴ്സ്-ലീ CERN-ൽ വെച്ച് 1989-ൽ വേൾഡ് വൈഡ് വെബ് വികസിപ്പിച്ചു. ഇന്റർനെറ്റിൽ വിവരങ്ങൾ പങ്കുവെക്കുന്നതിനുള്ള ഒരു ആഗോള സംവിധാനമായി ഇത് മാറി.
ആധുനിക ഇന്റർനെറ്റിന്റെ അടിസ്ഥാന ശിലയായി ഇതിനെ കണക്കാക്കുന്നു. ലോകത്തിലെ ആദ്യത്തെ കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്ന പുരാതന ഉപകരണം ഏതാണ്? അത് എവിടെയാണ് കണ്ടുപിടിച്ചത്? അബാക്കസ് ആണ് ലോകത്തിലെ ആദ്യത്തെ കാൽക്കുലേറ്റർ എന്നറിയപ്പെടുന്നത്. ഇത് പുരാതന ബാബിലോണിൽ കണ്ടുപിടിച്ചു. അബാക്കസ് എന്നത് കൂട്ടിച്ചേർക്കൽ, കുറക്കൽ, ഗുണനം, ഹരണം തുടങ്ങിയ കണക്കുകൾ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണമാണ്. ഇത് പ്രധാനമായും കച്ചവടക്കാർക്കും ഗണിതജ്ഞർക്കും വേഗത്തിൽ കണക്കുകൂട്ടലുകൾ നടത്താൻ സഹായിച്ചു. ENIAC എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? അതിന്റെ പ്രധാന കണ്ടുപിടുത്തക്കാർ ആരെല്ലാമായിരുന്നു? ENIAC എന്നാൽ ഇലക്ട്രോണിക് ന്യൂമെറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. JP എക്കേർഡ്, ജോൺ മോസ്ലി എന്നിവരായിരുന്നു ഇതിന്റെ പ്രധാന കണ്ടുപിടുത്തക്കാർ. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് അമേരിക്കൻ സൈന്യത്തിനുവേണ്ടി നിർമ്മിച്ച ആദ്യത്തെ പ്രോഗ്രാം ചെയ്യാവുന്ന ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടറാണ് ENIAC. ഇത് ഒരു മുറി നിറയെ വലുപ്പമുള്ളതായിരുന്നു, കൂടാതെ വലിയ കണക്കുകൂട്ടലുകൾ വളരെ വേഗത്തിൽ ചെയ്യാൻ ഇതിന് കഴിഞ്ഞു. സി ഭാഷയിൽ എഴുതിയ ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതായിരുന്നു? യൂണിക്സ് ആയിരുന്നു സി ഭാഷയിൽ എഴുതിയ ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 1970-കളിൽ ബെൽ ലാബ്സിൽ ഡെന്നിസ് റിച്ചി, കെൻ തോംസൺ എന്നിവരാണ് യൂണിക്സ് വികസിപ്പിച്ചത്. സി ഭാഷ ഉപയോഗിച്ച് നിർമ്മിച്ചത് കാരണം ഇത് പോർട്ടബിളും മറ്റ് സിസ്റ്റങ്ങളിൽ പ്രവർത്തിപ്പിക്കാൻ എളുപ്പമുള്ളതുമായിരുന്നു. ഇത് ആധുനിക ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ വികാസത്തിന് ഒരു പ്രധാന വഴിത്തിരിവായി. മായ 2 എന്നാൽ എന്താണ്? പരമ്പരാഗത സിലിക്കൺ ചിപ്പുകൾക്ക് പകരം DNA ത്രെഡുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടേഷൻ നടത്തുന്ന ഒരു DNA കമ്പ്യൂട്ടറാണ് മായ 2. മായ 2 പോലുള്ള DNA കമ്പ്യൂട്ടറുകൾ ഭാവിയിലെ കമ്പ്യൂട്ടിംഗിൽ വലിയ സാധ്യതകൾ വാഗ്ദാനം ചെയ്യുന്നു. അവ വളരെ ചെറുതും ഊർജ്ജക്ഷമതയുള്ളതുമായിരിക്കും, കൂടാതെ സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശേഷിയും അവക്കുണ്ടായേക്കാം. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. 19-ാം നൂറ്റാണ്ടിൽ അനലിറ്റിക്കൽ എഞ്ചിൻ, ഡിഫറൻസ് എഞ്ചിൻ എന്നിവ രൂപകൽപ്പന ചെയ്തതിലൂടെയാണ് ചാൾസ് ബാബേജ് കമ്പ്യൂട്ടർ ശാസ്ത്രത്തിന് അടിത്തറയിട്ടത്. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ ആധുനിക ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തന തത്വങ്ങൾക്ക് വഴികാട്ടിയായി. ചാൾസ് ബാബേജ് ആദ്യത്തെ കമ്പ്യൂട്ടർ നിർമ്മിച്ചത് എന്നാണ്? ചാൾസ് ബാബേജ് ആദ്യത്തെ കമ്പ്യൂട്ടർ, അദ്ദേഹത്തിന്റെ അനലിറ്റിക്കൽ എഞ്ചിൻ ഡിസൈൻ, നിർമ്മിച്ചത് 1837-ലാണ്. അനലിറ്റിക്കൽ എഞ്ചിൻ ഒരു പൊതു ഉപയോഗ കമ്പ്യൂട്ടറിന്റെ ആദ്യത്തെ രൂപകൽപ്പനയായിരുന്നു. അതിന് പ്രോഗ്രാം ചെയ്യാനും ഡാറ്റ സംഭരിക്കാനും കഴിവുണ്ടായിരുന്നു. ഈ കണ്ടുപിടുത്തം അക്കാലത്ത് പൂർണ്ണമായി നിർമ്മിച്ചില്ലെങ്കിലും ആധുനിക കമ്പ്യൂട്ടർ രൂപകൽപ്പനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു. ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിന്റെ ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്നത് ആരാണ്? ഡോക്ടർ അലൻ എം ട്യൂറിംഗ് ആണ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിന്റെ ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്നത്. അലൻ ട്യൂറിംഗിന്റെ ട്യൂറിംഗ് മെഷീൻ എന്ന ആശയം ആധുനിക കമ്പ്യൂട്ടറുകളുടെ സിദ്ധാന്തപരമായ അടിത്തറയായി വർത്തിച്ചു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് എനിഗ്മ കോഡ് തകർക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ നിർണായകമായിരുന്നു. ഇത് കമ്പ്യൂട്ടർ ശാസ്ത്രത്തിന്റെ പ്രായോഗിക വികാസത്തിന് വഴിതുറന്നു. കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം വർഷം തോറും എന്നാണ് ആചരിക്കുന്നത്? കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം വർഷം തോറും ഡിസംബർ 2-നാണ് ആചരിക്കുന്നത്. കമ്പ്യൂട്ടർ സാക്ഷരതയുടെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഡിജിറ്റൽ ലോകത്തെക്കുറിച്ച് അവബോധം നൽകാനും വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ പ്രയോജനങ്ങൾ ലഭ്യമാക്കാൻ ഇത് സഹായിക്കുന്നു. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടറിന്റെ പേരെന്തായിരുന്നു? ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടറിന്റെ പേര് ടിഫ്ടാക് TIFRAC എന്നായിരുന്നു. ടിഫ്ടാക് TIFRAC ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റീസർച്ച് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ ആയിരുന്നു ഇന്ത്യയിൽ പൂർണ്ണമായും നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ. 1960-കളുടെ തുടക്കത്തിൽ മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചാണ് ഇത് വികസിപ്പിച്ചത്. ഇന്ത്യയുടെ സാങ്കേതിക മുന്നേറ്റത്തിലെ ഒരു സുപ്രധാന ചുവടുവെപ്പായിരുന്നു ഇത്. ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ബംഗളൂരു, ബാംഗ്ലൂർ ആണ് ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ IT വ്യവസായത്തിന്റെ കേന്ദ്രമായ ബംഗളൂരു അനേകം സോഫ്റ്റ്വെയർ കമ്പനികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ആസ്ഥാനമാണ്. യുഎസിലെ സിലിക്കൺ വാലിയോട് സാമ്യമുള്ളതുകൊണ്ട് ഈ നഗരത്തിന് ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്ന പേര് ലഭിച്ചു. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു.
ഇന്റർനെറ്റിൽ സ്വന്തമായി വെബ്സൈറ്റ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി ഏതായിരുന്നു? ഭാരതീയ ജനതാ പാർട്ടി BJP ആയിരുന്നു ഇന്റർനെറ്റിൽ സ്വന്തമായി വെബ്സൈറ്റ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി. 1990കളുടെ അവസാനത്തിൽ BJP തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ആരംഭിച്ചതിലൂടെ ഡിജിറ്റൽ രംഗത്തേക്ക് കടന്നുവന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടിയായി മാറി. ഇത് രാഷ്ട്രീയ പ്രചാരണത്തിലും ആശയവിനിമയത്തിലും സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ ഉപയോഗിക്കുന്നതിനുള്ള ഒരു തുടക്കമായിരുന്നു. മറ്റു പാർട്ടികൾക്കും ഇതൊരു പ്രചോദനമായി. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് IC ചിപ്പ് വികസിപ്പിച്ചത് ആരാണ്? ജാക്ക് എസ്. കിൽബിയാണ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് IC ചിപ്പ് വികസിപ്പിച്ചത്. 1958-ൽ ടെക്സാസ് ഇൻസ്ട്രുമെന്റ്സിലെ ജാക്ക് എസ്. കിൽബിയാണ് ആദ്യത്തെ പ്രവർത്തനക്ഷമമായ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ചിപ്പ് കണ്ടുപിടിച്ചത്. ഇത് കമ്പ്യൂട്ടറുകളുടെയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും വലുപ്പം കുറയ്ക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിച്ചു. ആധുനിക കമ്പ്യൂട്ടിംഗിന്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് ഈ കണ്ടുപിടുത്തം. ഇന്റർനെറ്റിന്റെ കണ്ടുപിടുത്തത്തിന് വ്യാപകമായി അംഗീകാരം ലഭിച്ചത് ആർക്കാണ്? വിൻഡൻ സെർഫിനാണ് ഇന്റർനെറ്റിന്റെ കണ്ടുപിടുത്തത്തിന് വ്യാപകമായി അംഗീകാരം ലഭിച്ചത്. ഇന്റർനെറ്റിന്റെ പിതാക്കന്മാരിൽ ഒരാൾ എന്നറിയപ്പെടുന്ന വിൻഡൻ സെർഫ്, റോബർട്ട് കാൻ എന്നിവരുമായി ചേർന്ന് പ്രോട്ടോക്കോളുകൾ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഈ പ്രോട്ടോക്കോളുകളാണ് ആഗോള കമ്പ്യൂട്ടർ ശൃംഖലയെ പരസ്പരം ബന്ധിപ്പിക്കാൻ സഹായിച്ചത്. ആധുനിക ഇന്റർനെറ്റിന്റെ അടിസ്ഥാന ശിലയായി ഇത് കണക്കാക്കപ്പെടുന്നു. ചെസ് ലോക ചാമ്പ്യൻ ഗാരി കാസ്പറോവിനെ തോൽപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? IBM സൂപ്പർ കമ്പ്യൂട്ടറായ ഡീപ് ബ്ലൂ ആണ് ചെസ് ലോക ചാമ്പ്യൻ ഗാരി കാസ്പറോവിനെ തോൽപ്പിച്ചത്. 1997-ൽ IBMന്റെ ഡീപ് ബ്ലൂ സൂപ്പർ കമ്പ്യൂട്ടർ അന്നത്തെ ലോക ചെസ് ചാമ്പ്യനായിരുന്ന ഗാരി കാസ്പറോവിനെ ഒരു മത്സരത്തിൽ തോൽപ്പിച്ചു. ഇത് മനുഷ്യന്റെ ബുദ്ധിയെ മറികടക്കാൻ ഒരു കമ്പ്യൂട്ടറിന് കഴിയുമെന്നതിന്റെ ആദ്യത്തെ സുപ്രധാന ഉദാഹരണമായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗവേഷണത്തിലെ ഒരു നിർണായക നാഴികക്കല്ലായി ഈ സംഭവം അടയാളപ്പെടുത്തി. ഇന്റർനെറ്റിൽ ലഭ്യമായ ആദ്യത്തെ ഇന്ത്യൻ പത്രം ഏതായിരുന്നു? ദ ഹിന്ദു ആയിരുന്നു ഇന്റർനെറ്റിൽ ലഭ്യമായ ആദ്യത്തെ ഇന്ത്യൻ പത്രം. 1995-ൽ ദ ഹിന്ദു പത്രം തങ്ങളുടെ ഓൺലൈൻ എഡിഷൻ ആരംഭിച്ചതിലൂടെ ഇന്റർനെറ്റിൽ ലഭ്യമായ ആദ്യത്തെ ഇന്ത്യൻ പത്രമായി മാറി. ഇത് ഇന്ത്യൻ മാധ്യമരംഗത്ത് ഡിജിറ്റൽ പരിവർത്തനത്തിന്റെ തുടക്കമായിരുന്നു. പിന്നീട് മറ്റ് നിരവധി പത്രങ്ങളും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറാൻ ഇത് പ്രചോദനമായി. ഡിജിറ്റൽ വിവര സംഭരണത്തിന്റെ അടിസ്ഥാന യൂണിറ്റുകൾ എന്തൊക്കെയാണ്? അടിസ്ഥാന യൂണിറ്റുകൾ ഇവയാണ്: 1 ബൈറ്റ് സമം 8 ബിറ്റുകൾ, 1 KB കിലോബൈറ്റ് സമം 1024 ബൈറ്റുകൾ, 1 MB മെഗാബൈറ്റ് സമം 1024 KB, 1 GB ഗിഗാബൈറ്റ് സമം 1024 MB, 1 TB ടെറാബൈറ്റ് സമം 1024 GB. കമ്പ്യൂട്ടറുകളിലും ഡിജിറ്റൽ ഉപകരണങ്ങളിലും വിവരങ്ങൾ സംഭരിക്കുന്നതിന് ഉപയോഗിക്കുന്ന അളവുകളാണ് ഇവ. ബിറ്റ്, ബൈനറി ഡിജിറ്റ് ആണ് ഏറ്റവും ചെറിയ യൂണിറ്റ്. 8 ബിറ്റുകൾ ചേർന്നതാണ് ഒരു ബൈറ്റ്. വിവരസാങ്കേതികവിദ്യയുടെ അടിസ്ഥാനം മനസ്സിലാക്കാൻ ഈ യൂണിറ്റുകൾ പ്രധാനമാണ്. കമ്പ്യൂട്ടർവൽക്കരണത്തിന് ഏറ്റവും എളുപ്പമുള്ള ഭാഷയായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? സംസ്കൃതം കമ്പ്യൂട്ടർവൽക്കരണത്തിന് ഏറ്റവും എളുപ്പമുള്ള ഭാഷയായി കണക്കാക്കപ്പെടുന്നു. സംസ്കൃതത്തിന് വളരെ ചിട്ടയായതും വ്യാകരണപരമായി കൃത്യമായതുമായ ഘടനയുണ്ട്. ഇത് കമ്പ്യൂട്ടർ പ്രോസസ്സിംഗിന് അനുയോജ്യമാക്കുന്നു. നാസയുടെ പഠനങ്ങൾ ഉൾപ്പെടെയുള്ള ചില ഗവേഷണങ്ങൾ സംസ്കൃതത്തിന്റെ ഈ സ്വഭാവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്നിവയ്ക്ക് സഹായകമാണെന്ന് നിർദ്ദേശിക്കുന്നു. ഇതൊരു പ്രത്യേക അക്കാദമിക് വാദമാണ്. കോബോൾ ഏതുതരം പ്രോഗ്രാമിംഗ് ഭാഷയാണ്? കോബോൾ ഒരു ഹൈ ലെവൽ ഭാഷ HLL ആണ്. കോബോൾ കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് 1959-ൽ വികസിപ്പിച്ച ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ഭാഷയാണ്. ഇത് പ്രധാനമായും ബിസിനസ് ആവശ്യങ്ങൾക്കും ധനകാര്യ മേഖലയിലെ ആപ്ലിക്കേഷനുകൾക്കും വേണ്ടിയാണ് രൂപകൽപ്പന ചെയ്തത്. എളുപ്പത്തിൽ വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഇതിന്റെ ഘടനയാണ് ഹൈ ലെവൽ ഭാഷകളുടെ പ്രത്യേകത. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ആര്? ഏതു വർഷം? ജ്യോതിറാവു ഫൂലെ 1873. ജ്യോതിറാവു ഫൂലെ 1873-ൽ മഹാരാഷ്ട്രയിൽ സത്യശോധക് സമാജ് സ്ഥാപിച്ചു. താഴ്ന്ന ജാതിക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, ജാതി വിവേചനം ഇല്ലാതാക്കുക, സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്നിവയായിരുന്നു ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ.
അരുവിപ്പുറം പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാര്? ഏത് പ്രദേശത്താണ് ഇത് നടന്നത്? ശ്രീനാരായണ ഗുരു, അരുവിപ്പുറം, കേരളം. ശ്രീനാരായണ ഗുരു 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠയിലൂടെ അരുവിപ്പുറം പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. ഇത് കേരളത്തിലെ സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകി. ജാതിവിവേചനത്തിനെതിരെ ശക്തമായ സന്ദേശം നൽകിയ ഈ സംഭവം കേരള നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. ദ ഡിപ്രസ്ഡ് ക്ലാസ് മിഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആര്? ഏതു വർഷം? മഹർഷി വിത്തൽ രാംജി ഷിൻഡെ 1906. മഹർഷി വിത്തൽ രാംജി ഷിൻഡെ 1906 ബോംബെയിൽ ദ ഡിപ്രസ്ഡ് ക്ലാസ് മിഷൻ സൊസൈറ്റി സ്ഥാപിച്ചു. താഴ്ന്ന ജാതിക്കാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുക, അവർക്ക് വിദ്യാഭ്യാസം നൽകുക, സാമൂഹിക സമത്വം ഉറപ്പാക്കുക എന്നിവയായിരുന്നു ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ജസ്റ്റിസ് പാർട്ടിയുടെ സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ പ്രധാന സ്ഥാപകർ ആരെല്ലാം? ഏതു വർഷമാണ് ഇത് സ്ഥാപിച്ചത്? ടി എം നായർ, പി ത്യാഗരാജ ചെട്ടി 1916. ഡോക്ടർ ടി എം നായരും പി ത്യാഗരാജ ചെട്ടിയും ചേർന്നാണ് 1916 മദ്രാസിൽ ജസ്റ്റിസ് പാർട്ടിക്ക് സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ രൂപം നൽകിയത്. ബ്രാഹ്മണേതര വിഭാഗങ്ങളുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതായിരുന്നു ഈ പാർട്ടിയുടെ പ്രധാന ലക്ഷ്യം. ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ വളർച്ചയിൽ ഈ പാർട്ടിയുടെ പങ്ക് നിർണായകമാണ്. ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് ആര്? ഏത് നഗരത്തിൽ? ബി ആർ അംബേദ്കർ, ബോംബെ. ബി ആർ അംബേദ്കർ 1924 ബോംബെയിൽ ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചു. ദളിത് വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം, സാമ്പത്തിക ഉന്നമനം, സാമൂഹിക അവകാശങ്ങൾ എന്നിവയ്ക്കായി പ്രവർത്തിക്കുക എന്നതായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. വിദ്യാഭ്യാസം നേടുക, സംഘടിക്കുക, പ്രക്ഷോഭം നടത്തുക, എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ് എന്നതായിരുന്നു ഇതിന്റെ മുദ്രാവാക്യം. സ്വയം മര്യാദ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആര്? ഏതു വർഷം? ഇ വി രാമസ്വാമി പെരിയാർ 1925. 1925 ഇ വി രാമസ്വാമി പെരിയാർ ദക്ഷിണേന്ത്യയിൽ ആരംഭിച്ച ഒരു സാമൂഹിക പ്രസ്ഥാനമാണിത്. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വിവേചനത്തെയും ചോദ്യം ചെയ്യുകയും സാമൂഹിക സമത്വം, സ്വയം ബഹുമാനം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയുമായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഹരിജൻ സേവക് സംഘം സ്ഥാപിച്ചത് ആര്? ഏതു വർഷം? മഹാത്മാഗാന്ധി 1932. മഹാത്മാഗാന്ധി 1932 സ്ഥാപിച്ച സംഘടനയാണ് ഹരിജൻ സേവക് സംഘം. അയിത്തം ഇല്ലാതാക്കാനും ദളിതരുടെ ഉന്നമനത്തിനുമായി രൂപീകരിച്ച ഈ സംഘടന പൂന ഉടമ്പടിക്ക് ശേഷമാണ് നിലവിൽ വന്നത്. വ്യായാമ മണ്ഡലം സ്ഥാപിച്ചത് ആര്? ഏത് നഗരത്തിൽ? ചാപേകർ സഹോദരന്മാർ, പൂനെ. 1896 മുതൽ 97 വരെ കാലഘട്ടത്തിൽ പൂനെയിൽ ചാപേകർ സഹോദരന്മാർ, ദാമോദർ ഹരി ചാപേകർ, ബാലകൃഷ്ണ ഹരി ചാപേകർ സ്ഥാപിച്ച ഒരു രഹസ്യ വിപ്ലവ സംഘടനയാണിത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ യുവാക്കളെ സംഘടിപ്പിക്കുകയും ആയോധന കലകളിൽ പരിശീലനം നൽകുകയുമായിരുന്നു ലക്ഷ്യം. പിന്നീട് അഭിനവ് ഭാരത് സൊസൈറ്റിയായി മാറിയ മിത്രമേള സ്ഥാപിച്ചത് ആര്? ഏതു വർഷം? സവർക്കർ സഹോദരന്മാർ 1901. 1901 സവർക്കർ സഹോദരന്മാർ വി ഡി സവർക്കർ, ഗണേഷ് ദാമോദർ സവർക്കർ സ്ഥാപിച്ച രഹസ്യ വിപ്ലവ സംഘടനയാണ് മിത്രമേള. 1904 ഇത് അഭിനവ് ഭാരത് സൊസൈറ്റിയായി രൂപാന്തരപ്പെടുകയും ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. അനുശീലൻ സമിതിയുടെ പ്രധാന സ്ഥാപകർ ആരെല്ലാം? ഏത് നഗരത്തിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത്? സതീഷ് ചന്ദ്ര ബസുവും പ്രമദനാഥ് മിത്രയും, കൽക്കട്ട. 1902 കൽക്കട്ടയിൽ ഇപ്പോഴത്തെ കൊൽക്കത്ത സതീഷ് ചന്ദ്ര ബസുവും പ്രമദനാഥ് മിത്രയും ചേർന്നാണ് അനുശീലൻ സമിതി സ്ഥാപിച്ചത്. ബ്രിട്ടീഷ് വിരുദ്ധ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രമുഖ രഹസ്യ സംഘടനകളിൽ ഒന്നാണിത്. സ്വദേശബന്ധവ് സമിതി സ്ഥാപിച്ചത് ആര്? ഏതു വർഷം? അശ്വിനി കുമാർ ദത്ത 1905. 1905 ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അശ്വിനി കുമാർ ദത്ത ബാരിസലിൽ, ഇപ്പോഴത്തെ ബംഗ്ലാദേശ് സ്ഥാപിച്ചതാണ് സ്വദേശബന്ധവ് സമിതി. ദേശീയ വിദ്യാഭ്യാസം, വ്യവസായം, സാമൂഹിക പരിഷ്കരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം.
ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HRA-യുടെ പ്രധാന സ്ഥാപകർ ആരെല്ലാം, ഏത് നഗരത്തിൽ? സച്ചിന്ദ്രനാഥ് സന്യാൽ, നരേന്ദ്ര മോഹൻ സെൻ, പ്രതുൽ ഗാംഗുലി, കാൺപൂർ. 1924-ൽ കാൺപൂരിൽ സച്ചിന്ദ്രനാഥ് സന്യാൽ, നരേന്ദ്ര മോഹൻ സെൻ, പ്രതുൽ ഗാംഗുലി എന്നിവർ ചേർന്ന് സ്ഥാപിച്ച വിപ്ലവ സംഘടനയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HRA. സായുധ വിപ്ലവത്തിലൂടെ ബ്രിട്ടീഷ് ഭരണത്തെ അട്ടിമറിക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം. ഭാരത് നൗജവാൻ സഭ സ്ഥാപിച്ചത് ആര്, ഏതു വർഷം? ഭഗത് സിംഗ്. 1926. 1926-ൽ ലാഹോറിൽ ഭഗത് സിംഗ് സ്ഥാപിച്ച വിപ്ലവ യുവജന സംഘടനയാണ് ഭാരത് നൗജവാൻ സഭ. യുവാക്കൾക്കിടയിൽ ദേശീയബോധവും വിപ്ലവ ചിന്തകളും വളർത്തുകയും കർഷകരുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾക്കുവേണ്ടി പോരാടുകയുമായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആർമി HSRA-യുടെ പ്രധാന സ്ഥാപകർ ആരെല്ലാം, ഏതു വർഷം? ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, സുഖ്ദേവ് താപ്പർ. 1928. 1928-ൽ ഫിറോസ് ഷാ കോലയിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ വെച്ച് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HRA പുനഃസംഘടിപ്പിച്ച് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, സുഖ്ദേവ് താപ്പർ എന്നിവർ ചേർന്ന് രൂപീകരിച്ചതാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HSRA. സോഷ്യലിസവും സായുധ വിപ്ലവവും ഇവരുടെ ആശയങ്ങളായിരുന്നു. ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി സ്ഥാപിച്ചത് ആര്, ഏത് നഗരത്തിൽ? ശ്യാംജി കൃഷ്ണവർമ്മ, ലണ്ടൻ. 1905-ൽ ലണ്ടനിൽ ശ്യാംജി കൃഷ്ണവർമ്മ സ്ഥാപിച്ച വിപ്ലവ സംഘടനയാണ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി. വിദേശത്തുനിന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ നൽകുക, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പ്രചാരണം നടത്തുക എന്നിവയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന മാസികയും ഇവർ പുറത്തിറക്കി. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് ആര്, ഏത് രാജ്യത്ത് വെച്ച്? താരകനാഥ് ദാസ്, USA. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് 1907-ൽ താരകനാഥ് ദാസ് USA-ൽ സ്ഥാപിച്ചതാണ്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നേടുക എന്ന ലക്ഷ്യത്തോടെ പ്രവാസി ഇന്ത്യക്കാരെ സംഘടിപ്പിക്കാനാണ് ഇത് രൂപീകരിച്ചത്. ഗദർ പാർട്ടി സ്ഥാപിച്ചത് ആര്, ഏതു വർഷം? ലാലാ ഹർദയാൽ. 1913. ഗദർ പാർട്ടി 1913-ൽ ലാലാ ഹർദയാലിന്റെ നേതൃത്വത്തിൽ USA-യിലെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പ്രവാസി ഇന്ത്യക്കാരെ സംഘടിപ്പിക്കുക എന്നതായിരുന്നു ഈ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയിൽ വാണിജ്യ ബാങ്കുകൾ ആദ്യമായി രജിസ്റ്റർ ചെയ്തിരുന്നത് ഏത് നിയമപ്രകാരമാണ്? ഇന്ത്യൻ കമ്പനി നിയമം 1956. ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയുടെ ചരിത്രപരമായ വികാസത്തിൽ വാണിജ്യ ബാങ്കുകൾ ആദ്യകാലങ്ങളിൽ ഇന്ത്യൻ കമ്പനി നിയമം 1956 പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. പിന്നീട് ബാങ്കിംഗ് മേഖലയെ നിയന്ത്രിക്കുന്നതിനായി പ്രത്യേക നിയമങ്ങൾ നിലവിൽ വന്നു.